Hello, dear students. Very good morning. So yesterday we have discussed about the first part of Prescene. നിങ്ങളത് വായിച്ചിരുന്നോ? മനസ്സിലായില്ലേ? ഫസ്റ്റ് പാർട്ട് ഓഫ് Prescene എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? Presceneന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കമന്റ് ചെയ്യാമോ? ആ ഒരു പാർട്ട് എല്ലാവർക്കും ക്ലിയർ അല്ല എന്നുള്ളത്. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ Prescene ടുഡേ. അല്ലെ, 17 പേജസ് നമ്മൾ ഇന്നലെ ഓൾറെഡി കവർ ചെയ്തിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. So next paragraphil സംസാരിക്കുന്നത് റെഗുലേഷനെ പറ്റിയിട്ടാണ്. There are currently no overall standards to which all TNCs and VLAN should adhere in terms of operational requirements, technology, data security, driver status, or environmental impact expectations. So basically VLAN എന്ന കൺട്രിയിൽ ഉള്ള ഒരു കമ്പനീസ്, ഒരു TNCസിനും പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഓപ്പറേഷണൽ റിക്വയർമെന്റ്സ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ സെക്യൂരിറ്റിയെ ബേസ് ചെയ്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രൈവർ സ്റ്റേറ്റസ്, എൻവയോൺമെന്റ് ഇമ്പാക്ട്, ഇതൊന്നും, അല്ലെങ്കിൽ എമിഷൻസിന്റെ ലെവലോ, ഇതൊന്നും ഇതിനൊന്നും ഇത്രേ പാടുള്ളൂ എന്ന രീതിയിൽ ഒരു റെഗുലേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇൻ സം കൺട്രീസ് ഡ്രൈവേഴ്സ് ഹാവ് സെറ്റ് അപ്പ് ട്രേഡ് യൂണിയൻസ് ആൻഡ് ഡ്രൈവർ നെറ്റ്വർക്ക് അസോസിയേഷൻസ്. നമ്മൾ ഓരോ എംപ്ലോയീസിന്റെ ഒക്കെ അസോസിയേഷൻസ് ഉണ്ടാവില്ല. അപ്പൊ ഡ്രൈവേഴ്സിന്റെ ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സിന്റെ അസോസിയേഷൻസ് ഒക്കെ ചില കൺട്രീസിലുണ്ട്, പക്ഷെ ബിലാൻഡിലില്ല. Okay, so which have enabled them to gain a collective voice, which is absent in VLAN. Where implemented, these have been popular with drivers, and there has been some success in challenging TNCs through the particular country's legal system on recognizing driver employment right and status. So basically പറയുന്നത് ഇത്രയേ ഉള്ളൂ. റെഗുലേഷൻസ് ഒന്നും ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അതേപോലെ ഡ്രൈവേഴ്സിന് യൂണിയൻ ഒന്നും VLANഡിലില്ല. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു ഇമ്പാക്ട് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി. അല്ലെ, അതായത് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ല, റൂൾസ് ഒന്നും ഇല്ല, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിലാൻഡിൽ വർക്ക് ചെയ്യുന്ന, ബിലാൻഡിൽ റൺ ചെയ്യുന്ന കമ്പനീസിനൊക്കെ കിട്ടുന്ന ഒരു ഓപ്പറേഷണൽ ഫ്രീഡം ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിന് ഇത്ര എമിഷനെ പാടുള്ളൂ എന്നൊന്നുമില്ല. അവർക്ക് എങ്ങനെ രീതിയിൽ വേണമെങ്കിലും തോന്നിയതുപോലെ, അല്ലെ, എമിഷൻ ലെവൽസ് ഒക്കെ തോന്നിയതുപോലെ ആയിരിക്കാം. അതേപോലെ ഡേറ്റ സെക്യൂരിറ്റി, നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ ഇന്ന പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഡേറ്റ സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ആ രീതിയിൽ മെഷീൻ ലേണിംഗിനും അല്ലെങ്കിൽ പ്രിഡിക്റ്റീവ് അനലിറ്റിക്സിനും ഒക്കെ ഈ ഡേറ്റ ഉപയോഗിക്കാം. അതേപോലെ ഇന്നോവേഷൻ ലെവലിലും ഒക്കെ ഒരു എത്തിക്കൽ ആയിട്ട് മാത്രമേ പാടുള്ളൂ എന്നൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഒരു കൈൻഡ് ഓഫ് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി ഈ പറയുന്ന TNCs ഇൻ VLAN എല്ലാ കമ്പനീസും കിട്ടും. ഓക്കെ, സെക്കൻഡ് ഇമ്പാക്ട് എന്ന് പറയുന്നത് വിത്തൗട്ട് എ യൂണിഫൈഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അതായത് യൂണിഫൈഡ് എന്ന് ഉദ്ദേശിച്ചത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഇല്ലാത്തത് കൊണ്ട് TNCs മേ ഓപ്പറേറ്റ് അണ്ടർ ഡിഫറെന്റ് ലോക്കൽ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 250 സിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ബീഗോ എന്ന കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന 250 സിറ്റീസ് ഉണ്ട്. ഓരോ സിറ്റീസിലും സ്പെഷ്യൽ ആയിട്ടുള്ള ലൈസൻസിങ് റിക്വയർമെന്റ്സും കാര്യങ്ങളും ആണെന്ന് പറയുന്നുണ്ട്, അല്ലെ. അപ്പൊ അവിടെ ലൈസൻസിങ് റിക്വയർമെന്റ്സിന്റെ കാര്യം പറയുന്നുള്ളൂ, അല്ലാതെ ഇങ്ങനെ ടെക്നോളജിയുടെ ബേസിസിലോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ബേസിസിലോ ഒന്നും റൂൾസ് റെഗുലേഷൻ പറയുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് തന്നെ ദിസ് മേ ലീഡ് ടു ഇൻകൺസിസ്റ്റൻസീസ് ഇൻ സർവീസ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ലെവൽ അക്രോസ് ഡിഫറെന്റ് റീജിയൻ. ഓരോ റീജിയനിലെയും ലൈസൻസിങ് റിക്വയർമെന്റ്സ് ഒക്കെ ഡിഫറെന്റ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുന്ന സർവീസ് ക്വാളിറ്റിയിലൊക്കെ ഈ പറയുന്ന ഡിഫറൻസ് ഉണ്ടാകും, റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്തത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു അതർ സൈഡ് നോക്കുകയാണെങ്കിൽ ഇമ്പാക്ടിന്റെ കൂടെ നമ്മൾ എപ്പോഴും പറഞ്ഞു ഇതിന്റെ ഒരു ഫർദർ കോൺസിക്വൻസ്, അല്ലെ, നാളെ പെട്ടെന്ന് ഒരു റെഗുലേഷൻ ഗവൺമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെ, ദിസ് മേ ലീഡ് ടു റെഗുലേറ്ററി റിസ്ക്. റെഗുലേറ്ററി റിസ്ക് എന്താന്നുള്ളത് നമ്മൾ ചാപ്റ്റർ നമ്പർ 8 നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് പഠിച്ചു ഓർക്കുന്നുണ്ടോ? റെഗുലേറ്ററി റിസ്ക്, പെട്ടെന്ന് ഇമീഡിയറ്റ്ലി പുതിയൊരു റെഗുലേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ സമയത്ത് ഒരു ചാലഞ്ച് ആയി മാറിയിട്ടുണ്ടാവാം. ഓക്കെ, ഇത് ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു. അതേപോലെ സിമിലർലി റെപ്യൂട്ടേഷൻ റിസ്ക്, ഈ പറയുന്ന ഡേറ്റ സെക്യൂരിറ്റി ഇല്ലാത്തതോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് റെഗുലേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മളിത് ഒബേ ചെയ്യണം, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഒബേ ചെയ്യണം എന്നൊന്നും വരുന്നില്ല. ബട്ട് സ്റ്റിൽ, അല്ലെ, നമുക്ക് എന്തുണ്ടാവും? പബ്ലിക് ക്രിറ്റിസിസം ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ എമിഷൻ ലെവലിന്റെ പുറത്തേക്കൊക്കെ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾക്കെങ്കിൽ ഒബ്വിയസ്ലി പബ്ലിക് ക്രിറ്റിസിസം എന്തായാലും ഉണ്ടാവും. എസ്പെഷ്യലി നമ്മളൊരു വെൽ ഡെവലപ്ഡ് ഇക്കണോമി ആണ് എന്ന് പറയും, അർബനൈസ്ഡ് പോപ്പുലേഷൻ ആണെന്ന് പറയും. സോ എന്തായാലും വി വിൽ ബി ഓപ്പൺ ടു ദിസ് പബ്ലിക് ക്രിറ്റിസിസം വിച്ച് വിൽ ലീഡ് ടു റെപ്യൂട്ടേഷൻ റിസ്ക്. ഇനി അടുത്തത് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഡ്രൈവർ യൂണിയൻസും ചാലഞ്ചസ് ഒക്കെ, അല്ലെ.
അപ്പൊ ആക്ച്വലി മിക്ക കൺട്രീസിലും ബിലാൻഡിൽ ഇല്ല, എന്നാൽ മിക്ക കൺട്രീസിലുള്ള ഈ ഡ്രൈവർ യൂണിയൻസ്, ഡ്രൈവേഴ്സിന് അങ്ങനെ ഒരു യൂണിയൻസ് ഉള്ളപ്പോൾ അവർക്കൊരു കളക്റ്റീവ് വോയിസ് കിട്ടുകയാണ് അവരുടെ അഡ്വക്കേസിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസിന് വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ, അല്ലെ, അതിനൊരു ഒരു യൂണിയൻ ഉണ്ടാവുകയാണ്. വളരെ നല്ല കാര്യമാണ്. ഡ്രൈവേഴ്സിന്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് വളരെ നല്ല കാര്യം. നിങ്ങൾ നമ്മുടെ ഒരു KPI ഓർക്കുന്നുണ്ടോ? ഇന്നലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ റേറ്റ്, അല്ലെ, ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ റേറ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ വർഷം കഴിയുമ്പോഴും ഡ്രൈവേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ലാതെ വരികയാണ്. അതിന്റെ റീസൺ എന്തൊക്കെയാണെന്ന് ചോദിച്ച സമയത്ത് ഇന്നലെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നത്, ഇവരൊന്നും എംപ്ലോയീസ് അല്ല, ഇവരൊക്കെ വേരിയബിൾ അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്കേഴ്സ് ആയിട്ടാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കാം ഡ്രൈവേഴ്സ് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്. സിമിലർലി അതിന്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് പറയാവുന്ന മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ കണ്ടെത്തുകയാണ്. ഒരു യൂണിയൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രൈവേഴ്സിന്റെ അഡ്വക്കേസി ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു കളക്റ്റീവ് വോയിസ് ബീലാൻഡ് എന്ന കൺട്രിയിൽ ഇല്ല. ഓക്കെ, ഇനി അടുത്തത് legal precedent. Success in legal challenges abroad set a precedent that could inspire similar actions in VLAN, potentially altering the driver-TNC relationship. അപ്പോൾ ലീഗൽ പ്രസിഡൻസ് എന്ന് ഉദ്ദേശിച്ചത് ഡ്രൈവേഴ്സും TNCസും തമ്മിലുള്ള ലീഗൽ ഇഷ്യൂസ്, കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതായത് ഇവർ ഈ പറയുന്ന പോലെ ഫ്ലെക്സിബിൾ വർക്കിംഗ് കണ്ടീഷൻസോ അല്ലെങ്കിൽ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസും വേജസോ ഒന്നും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വന്നേക്കാവുന്ന ചാലഞ്ചസ് ആണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് വരുന്ന ഒരു ഫർദർ കോൺസിക്വൻസസ് പറയാനാണെങ്കിൽ, ഫസ്റ്റ് വൺ, പൊട്ടൻഷ്യൽ ഫോർ സ്ട്രിക്റ്റർ എംപ്ലോയ്മെന്റ് റെഗുലേഷൻ. ഇഫ് ഡ്രൈവർ യൂണിയൻസ്, അതായത് നമുക്കറിയാം കറന്റ്ലി ഓരോ സിറ്റീസിൽ 250 സിറ്റീസിൽ കൂടുകയാണ്. അതേപോലെ നമ്മളുടെ മാർക്കറ്റ് ഷെയർ നിങ്ങൾ ഇന്നലെ കണ്ടതാണ്, 30% പ്ലസ് മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഗ്രോത്ത് സംഭവിക്കുന്നത് കാണുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 20 മില്യണോളം കസ്റ്റമേഴ്സ് 20X4 നമ്മളുടെ കമ്പനിക്ക് ഉണ്ടാവും എന്ന് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ബീഗോയ്ക്ക് മാത്രമായിട്ട് ഉണ്ടാവുന്നത് കണ്ടതാണ്. അപ്പൊ ഒരു സൈഡിൽ ഡിമാൻഡ് അത്രയും കൂടി വരുന്ന ഒരു സമയത്ത്, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്ലൈയും അത്രയും സ്ട്രോങ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? സപ്ലൈസ് ഡ്രൈവേഴ്സിന്റെ കൗണ്ടും അത്രയും കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡ്രൈവേഴ്സിന്റെ കൗണ്ട് കൂടുകയും, അങ്ങനെ ഡ്രൈവർ യൂണിയൻസ് അവർക്കൊരു ഒരു വലിയ നമ്പർ ഓഫ് ഡ്രൈവേഴ്സിന്റെ നമ്പർ ഒരു ബിഗ് നമ്പർ ആവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവരൊരു കളക്റ്റീവ് വോയിസ് ആവുകയും, അല്ലെങ്കിൽ നാളെ അവരൊരു യൂണിയൻ ഉണ്ടാക്കി TNCസിനെ ചാലഞ്ച് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ these companies may be forced to reclassify drivers as employees rather than independent contractors. This may lead to increased labor cost. നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ കോൺസിക്വൻസ്, അതായത് ഇതൊന്നും സിനാരിയോയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇതിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ സംസാരിക്കുന്നത്. സിമിലർലി ഓപ്പറേഷണൽ ഡിസ്റപ്ഷൻസ്. ഈ ഒരുപാട് നമ്പേഴ്സ് ഓഫ് ഡ്രൈവേഴ്സ് ഉണ്ടാവുകയും അവർക്ക് അങ്ങനെ ഒരു കളക്റ്റീവ് വോയിസ് ഒക്കെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിയൻ ഒക്കെ അവർക്ക് ഫോം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, അങ്ങനെ ഒരു യൂണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ, ഇൻ കേസ് ഏതെങ്കിലും ഒരു ഡ്രൈവറും TNCയും തമ്മിലുള്ള റിലേഷൻ മോശമായാൽ തന്നെ ദിസ് മേ ലീഡ് ടു ലീഗൽ ബാറ്റിൽസ്, അല്ലെ, അല്ലെങ്കിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരാം. അങ്ങനെ നമ്മുടെ ഓപ്പറേഷണൽ ഡിസ്റപ്ഷൻസിലേക്ക് അത് ലീഡ് ചെയ്യാം. പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഡ്രൈവറും ബീഗോ എന്ന കമ്പനി മാത്രമായിരിക്കണം എന്നില്ല ഈ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കേണ്ടത്, അല്ലെ. ഈ ഒരു ബാറ്റിൽ നമ്മുടെ ഏതെങ്കിലും ഒരു TNC, ബീലാൻഡ് എന്ന കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു TNC, അത് സെൻബി ആവാം, അത് ബീഗോ ആവാം, അല്ലെങ്കിൽ അതർ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 15% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനി ഏതെങ്കിലും ഒരു ഡ്രൈവർ ആയിട്ട് ഉണ്ടായ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്താൽ മതി, ദാറ്റ് മേ ലീഡ് ടു സ്ട്രൈക്ക്. അപ്പൊ അത് ബീഗോയുടെയും ഓപ്പറേഷണൽ ഡിസെപ്ഷൻ സംഭവിക്കുന്ന കാര്യമാണ്. And as driver advocacy grows, TNCs might need to renegotiate the terms of engagement with their drivers. അതായത് നമ്മൾ ബേസിക്കലി ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരെ എംപ്ലോയീസ്, കോൺട്രാക്ടേഴ്സ് മാറ്റി എംപ്ലോയീസ് ആക്കേണ്ടി വരും. അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ റീവർക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നേക്കാം. ഇവിടെ നമുക്ക് കൊണ്ടുവന്നേക്കാം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മളുടെ അടുത്ത എക്സിബിറ്റുകളിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു വിഷയമൊക്കെയാണ് നമുക്ക് വരുന്ന എക്സിബിറ്റ്സിൽ തന്നിട്ടുള്ളതെങ്കിൽ, അന്നേരം അതിനെ നമുക്കൊരു സൊല്യൂഷൻ പോലെ പറയാൻ പറ്റുന്ന കാര്യമാണ്. ഫസ്റ്റ് വൺ, പ്രൊആക്റ്റീവ് എൻഗേജ്മെന്റ് വിത്ത് റെഗുലേറ്റേഴ്സ്. നാളെ ഒറ്റയടിക്ക് നിങ്ങൾ പുതിയ നിയമങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കാൻ, വി ആർ ഓൾറെഡി ഹാവിംഗ് ഗവൺമെന്റ് സപ്പോർട്ട് എന്ന് നമ്മൾ ഇനീഷ്യലി കണ്ടതാണ്, അല്ലെ. സോ TNCs ഷുഡ് കൺസിഡർ എൻഗേജിംഗ് വിത്ത് ഗവൺമെന്റ് ബോഡീസ് ടു ഹെൽപ് ഷേപ്പ് ഫ്യൂച്ചർ റെഗുലേഷൻ ദാറ്റ് ബാലൻസ് ഇന്നോവേഷൻ വിത്ത് സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി.
അല്ലെ? ഒറ്റയടിക്ക് പെട്ടെന്ന് വന്നിട്ട് ഇവിടെയുള്ള നിയമങ്ങളൊക്കെ മാറ്റുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് നമുക്കതൊരു റെഗുലേറ്ററി റിസ്ക് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ ഡ്രൈവർ റിലേഷൻസ് ആൻഡ് സപ്പോർട്ട്. Strengthening relationship with drivers by addressing their concerns proactively could mitigate the risk of unionization and legal challenges. സി നമ്മൾ ഒരു 10 പേര് 10 ഡ്രൈവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 10 ഡ്രൈവേഴ്സ് ഉണ്ട്, അവര് അത്യാവശ്യം സാലറി കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് ആയിട്ട് ഫ്ലെക്സിബിൾ വർക്കിംഗ് കണ്ടീഷനിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദേ മെ നോട്ട് ഫോം എ യൂണിയൻ, അല്ലെ? അതിനുള്ള ചാൻസസ് കുറവാണ്. മറിച്ച് അവരുടെ യൂണിയനൈസേഷനിലേക്കോ അല്ലെങ്കിൽ ലീഗൽ ചലഞ്ചസിലേക്കൊക്കെ അവർ പോകുന്നത് അവരുടെ ഈ പറയുന്ന ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാതെ വരിക, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്. അപ്പൊ ഡ്രൈവേഴ്സുമായിട്ട് ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ത്രൂ ഔട്ട് കേട്ടുകൊണ്ടേയിരിക്കുക, അല്ലെ? അതാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ സൊല്യൂഷൻ പറയുന്നത്. അതേപോലെ പ്രിപ്പറേഷൻ ഫോർ റെഗുലേറ്ററി ചേഞ്ച്. ഇഫ് എനി നമ്മളൊരു കണ്ടിജൻസി പ്ലാൻ ഉണ്ടാക്കണം. പൊട്ടൻഷ്യൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് റെഗുലേറ്ററി ചേഞ്ചോ, സേ ഫോർ എക്സാമ്പിൾ നാളെ മുതൽ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നവരെല്ലാവരും എംപ്ലോയീസ് ആയിരിക്കണം. ഒരു പെർട്ടിക്കുലർ ഡ്രൈവർ ഒരു വീക്ക്ലി 30 അവേഴ്സ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ TNCയുടെ എംപ്ലോയി ആയിട്ട് മാറിയിട്ടുണ്ടാകണം എന്നൊരു റൂൾ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അതാണ്, അങ്ങനെ ഒരു റൂളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഒരു കണ്ടിജൻസി പ്ലാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കണം എന്നാ പറയാം. എന്തുകൊണ്ടാണ് തയ്യാറെടുത്തിരിക്കുന്നത്? കാരണം അങ്ങനെ റീക്ലാസിഫൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അഫക്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഒരുപാട് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സും സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും, റൈറ്റ്? അതേപോലെ ന്യൂ ഡേറ്റ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ്. കറന്റ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ നിങ്ങൾക്ക് അറിയാം, നെയിം, അഡ്രസ്, അതേപോലെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇതിനൊക്കെ എത്രത്തോളം സെക്യൂരിറ്റി നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു റെഗുലേറ്ററി ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിജൻസി പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇനി നമുക്ക് കമ്പനിയെ പറ്റി സംസാരിക്കാം. ബീഗോ എന്ന കമ്പനി. അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രസീനിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇൻഡസ്ട്രി ഓവർവ്യൂ ആയിരുന്നു, അല്ലെ? ഹൗ ദ ഇൻഡസ്ട്രി ഈസ് വർക്കിംഗ്, വാട്ട് ആർ ദ കോമൺലി യൂസ് KPIs വിത്തിൻ ദ ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗോയിങ് ഫോർവേഡ് നമ്മൾ കമ്പനിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ബീഗോ എന്ന കമ്പനിയുടെ സ്പെസിഫിക് ഡേറ്റ നോക്കാം. സോറി. So, Bigo was established in Beeland 12 years ago by Ed Foss and Kim Lee. So, they are the founders, Ed Foss and Kim Lee, two work colleagues who had previously set up and managed a business in Beeland, developing mobile apps for other organizations. അപ്പൊ ഇവരുടെ ബേസിക് ഇവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്തായിരുന്നു വെച്ചാൽ ഹാവ് ദെയർ ഓൺ ബിസിനസ്. അവർക്കൊരു ബിസിനസ് ഉണ്ടായിരുന്ന ബിസിനസ് വാസ് ടു ഡെവലപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഫോർ അതർ ഓർഗനൈസേഷൻ. Having experienced their own daily challenging in commuting and socializing in Beeland's capital city where they lived and worked, they recognized the need for a more convenient and cost-effective transport option within Beeland cities. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഓർഗനൈസേഷൻസ്, പല ഓർഗനൈസേഷനിൽ പോയിട്ട് മൊബൈൽ ആപ്പ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് പല കമ്പനീസിലേക്ക് ട്രാവൽ ചെയ്യാനും അവിടെ സോഷ്യലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ബേസിക് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ട്രാവലിംഗ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് ഒരുപാട് ചാലഞ്ചസ് ഇവർക്കുണ്ടായി. അങ്ങനെ ആ ഒരു ട്രാൻസ്പോർട്ടിന് പബ്ലിക് ട്രാൻസ്പോർട്ടോ അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു അവർക്ക് റിലൈ ചെയ്യേണ്ടത്. ഇനി അതല്ല, അവർക്ക് സ്വന്തമായിട്ട് കാർ ഉണ്ടായിരുന്നെങ്കിലും കൺജസ്റ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു, അല്ലെ? നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ സോ ദേ റിയലൈസ് ദ നീഡ് ഫോർ എ മോർ കൺവീനിയന്റ് ആൻഡ് എ കോസ്റ്റ് ഇഫക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓപ്ഷൻ. അങ്ങനെയാണ് അവരുടെ ആ ഒരു തോട്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ദർ ഇനീഷ്യൽ ഫോക്കസ് വാസ് ടു എൻകറേജ് കസ്റ്റമേഴ്സ് ടു share rides wherever possible, although ride sharing and ride hailing were both available to customers. അപ്പൊ ഇനീഷ്യലി ഇവര് ഈ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഇന്റൻഷൻ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ റൺ ചെയ്യണമെങ്കിൽ റൈഡ് ഷെയറിംഗ് എന്നൊരു ഐഡിയ വെച്ചിട്ടായിരുന്നു ഇവർ മുന്നോട്ട് വന്നത്. റൈഡ് ഹെയിലിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, okay. In the early days, operating with only a basic website and mobile app and only a few drivers, it was clear to both founders that demand for ride sharing and ride hailing services was high. Over the next few years, supported financially by several venture capitalist investors, Bigo grew rapidly, and by the end of 2023 it had over 16 million active customers. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് 2023 എന്ന വർഷം തീരുന്ന സമയത്ത് ബീഗോയ്ക്ക് മാത്രം 16 മില്യൺ ആക്റ്റീവ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ആ നമ്പേഴ്സിലേക്ക് ഒന്നുകൂടെ പോവാണ്. ദ ടോട്ടൽ പോപ്പുലേഷൻ വാസ് അറൌണ്ട് 200 മില്യൺ, അല്ലെ? അതിൽ 50 മില്യൺ ആളുകൾ TNCസിന്റെ സർവീസസ് എടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ 50 മില്യണിൽ, അല്ലെ, ഇപ്പൊ നമ്മൾ 16 മില്യൺ എന്ന് പറയുന്നത് നമ്മളുടെ ബീഗോയുടെ കസ്റ്റമേഴ്സ് ആണ് എന്ന രീതിയിൽ പറയാം.
This is predicted to rise to 19 million by കമ്മ്യൂട്ട് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് ചാലഞ്ചസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇവരെ പോലെ ഈ ഒരു ചാലഞ്ച് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്ട്രോങ് ഇൻസൈറ്റ്സ് ഇവർക്കുണ്ട്. തേർഡ് വൺ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ കൊണ്ടുവന്ന് ഇവർക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഡിമാൻഡ് ഉള്ള കാര്യം. റൈഡ് ഷെയറിങ്ങിന് ഇനീഷ്യലി ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് റൈഡ് ഷെയറിങ്ങും റൈഡ് ഹീലിംഗും മാത്രമായിരുന്നു സർവീസസ്. അതിന് കുറച്ച് ഡ്രൈവേഴ്സും അവർ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പൊ അതിന്റെ ഡിമാൻഡ് അവർ അന്ന് തന്നെ കണ്ടിട്ടാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ ഇൻഫ്യൂഷൻ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നത്, ക്വിക്ലി സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടി. Okay, and then fourth one, increase revenue potential. 16 million active customers 20x3 ആയപ്പോഴേക്കും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 20x4 ആകുമ്പോൾ 19 മില്യൺ ആവുന്നുണ്ടെങ്കിൽ അല്ലെ, ടോട്ടലി 32% മാർക്കറ്റ് ഷെയർ നമ്മൾ ആ ഒരു 12 വർഷം കൊണ്ട് ഇവരുണ്ടാക്കി എന്നുള്ളത് കൂടെ. ഓക്കെ, ആൻഡ് ഇനി ബീഗോയുടെ ഗ്രോത്ത് നോക്കാം. ആക്റ്റീവ് കസ്റ്റമേഴ്സ് 16 മില്യണിലേക്കുള്ള ഗ്രോത്ത് ആണ്. അപ്പൊ 14 നിന്നാണ് 16 എത്തിയത്. കഴിഞ്ഞ വർഷത്തെ ഗ്രോത്ത് 2 മില്യൺ കസ്റ്റമേഴ്സ് ആണ് പുതിയതായിട്ട് കൂടിയത്. അടുത്ത വർഷം 19 പോകുമെന്ന് പറയുമ്പോൾ 3 മില്യൺ കസ്റ്റമേഴ്സ് ആണ് അഡീഷണലി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആക്ച്വലി ഏറ്റവും വളരെ ഗ്രോത്ത് വളരെ സ്റ്റീപ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ് ബീഗോയുടെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. സോ ബീഗോയുടെ ഒരു റവന്യൂ സൈഡ് പറയാനാണെങ്കിൽ, ഒരു സെയിൽസ് സൈഡ് പറയാനാണെങ്കിൽ വളരെ അല്ലെ സൂപ്പർബ് ആണ്. ഇനി നമ്പർ ഓഫ് സിറ്റീസ് വെയർ ബീഗോ ഓപ്പറേറ്റ്സ്, നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 250 സിറ്റീസോളം നമ്മൾ ബീഗോ ഇപ്പൊ കറന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അനാലിസിസ്, മുകളിൽ തന്ന ഈ ഒരു ഗ്രാഫിന്റെ അനാലിസിസ് നമുക്ക് നോക്കാം. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് സ്റ്റഡി ആൻഡ് സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സ്. അതായത് 0 കസ്റ്റമേഴ്സ് ആയിരുന്നതിൽ നിന്നും അല്ലെ 12 വർഷം കഴിഞ്ഞപ്പോഴേക്കും 16 മില്യൺ കസ്റ്റമേഴ്സിലേക്ക് എത്തി. അത് മാത്രമല്ല പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ്, അടുത്തൊരു വർഷത്തെ ഗ്രോത്ത് റേറ്റ് മാത്രം 18.75%. അതെങ്ങനെ കിട്ടി? 16 to 19 മില്യൺ, 3 മില്യൺ ഡിവൈഡഡ് ബൈ 16 മില്യൺ ആണ് കേട്ടോ ഈ ഫിഗർ കണ്ടെത്തിയത്. എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ 18.75% എന്നുള്ളത് കഴിഞ്ഞ വർഷം 16 മില്യൺ കസ്റ്റമേഴ്സ് ആയിരുന്നു, വരും വർഷത്തിലേക്ക് 19 മില്യൺ കസ്റ്റമേഴ്സ് ഉണ്ടാവും. സോ ആ 3 മില്യൺ ഇൻക്രീസ് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ? ഓൾമോസ്റ്റ് ഒരു 18.75% ആണ്. അതായത് നമ്മുടെ മൊത്തം ഒരു 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 5-1 എന്നൊക്കെ പറയാം, അറൌണ്ട് 20% എന്നൊക്കെ പറയാനാണെങ്കിൽ അത്രയും വലിയ നമ്പേഴ്സ് ആണ് ഒറ്റയടിക്ക് കൂടുന്നത്. 2-3% ഒന്നുമല്ല. Then, so this is a rapid growth in customers. This number indicates strong demand for Bigo services. അല്ലെ? ഇനി അടുത്തത് നമ്പർ ഓഫ് സിറ്റീസിന്റെ കാര്യം നോക്കാനാണെങ്കിലും വളരെ തുടക്കത്തിൽ കുറച്ച് സിറ്റീസിൽ നിന്ന് ഇപ്പൊ കറന്റ് 250+ സിറ്റീസിലേക്ക് എത്തുന്ന രീതിയിലാണ് പറയുന്നത്. 20x3 ആയപ്പോഴേക്കും ഗ്രാഫ് പ്രകാരം 200-200-200-ലധികം സിറ്റീസിലേക്ക് നമുക്ക് എത്തി. എക്സ്പാൻഷൻ ഇൻ ടു മോർ സിറ്റീസ് സിഗ്നിഫൈസ് അഗ്രസീവ് മാർക്കറ്റ് പെനട്രേഷൻ. പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക, ജോഗ്രഫിക്കലി ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് സെൻബി ചെയ്യുന്ന ഡൈവേഴ്സിഫിക്കേഷൻ, ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രി വൈസ് ഡൈവേഴ്സിഫിക്കേഷനാണ്. നമ്മൾ ചെയ്യുന്ന ഡൈവേഴ്സിഫിക്കേഷൻ, ബീഗോ ചെയ്യുന്ന ഡൈവേഴ്സിഫിക്കേഷൻ ഒരു സിറ്റിയിൽ മാത്രം നിൽക്കാതെ ബീലാൻഡ് എന്ന കൺട്രിയിലുള്ള മറ്റ് സിറ്റികളിലേക്ക് കൂടെ പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിന്റെ ഒരു അതർ സൈഡ് പറയാനാണെങ്കിൽ മാനേജിങ് ഓപ്പറേഷൻ അക്രോസ് ഓൾ ദി സിറ്റീസ് ഇൻട്രൊഡ്യൂസസ് കോംപ്ലക്സിറ്റി. കാരണം ഓരോ സിറ്റിയിലെ ലോക്കൽ മാർക്കറ്റ് കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്.
ഓരോ സിറ്റീസിലുള്ള ഡ്രൈവർ എക്സ്പെക്ടേഷൻസ് ഡിഫറെന്റ് ആണ്. ഡ്രൈവർ റിക്രൂട്ട്മെന്റ് ഒക്കെ ഇഫക്റ്റീവ് ആവണം. അപ്പൊ അതാണ് അവിടെ ഒരു ഓപ്പറേഷണൽ കോംപ്ലക്സിറ്റി സൈഡ് പറയാനുള്ളത്. ഇനി നമ്മുടെ കറന്റ്ലി നമ്മുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കാം. ബീഗോ എന്ന കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീലാൻഡിലെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് കമ്പനിയാണ്. ഇപ്പോൾ അല്ലെ, സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഇതിൽ 80% ഷെയർസും, കമ്പനിയുടെ ഇപ്പോഴത്തെ 80% ഷെയർസും ആരുടെ കയ്യിലാന്ന് നോക്കിയേ? ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. 10% ഷെയർസ് ആർ ഹെൽഡ് ബൈ ദ ഒറിജിനൽ ഫൗണ്ടേഴ്സ്. അപ്പൊ കമ്പനി തുടങ്ങിയ ആൾക്കാരുടെ കയ്യിൽ 10% ഉള്ളൂ. ബാക്കി 10% എന്ന് പറയുന്നത് സ്മോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാന്നാണ്, ഓക്കെ അത്രയേ ഉള്ളൂ, ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളവരുടെ കയ്യിൽ 10% ഉള്ളു അല്ലെ. ആമസോൺ എന്ന കമ്പനിയുടെ 12% ഷെയർസ് മാത്രമേ ജെഫ് ബെസോസ് എന്ന് പറയുന്ന അല്ലെ അതിന്റെ ആ ഒരു ഫൗണ്ടർ സൈഡിലുള്ള ആൾക്കുള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കമ്പനി ഗ്രോ ചെയ്യുന്ന സമയത്ത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട്സ് ഇൻഫ്യൂഷൻ കൊണ്ട് ഈ പറയുന്ന ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഇങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരും. അപ്പൊ 12 വർഷം കൊണ്ട് 100% ഷെയർസ് ഹോൾഡ് ചെയ്തിരുന്ന ഫൗണ്ടേഴ്സിന്റെ ഇപ്പോഴത്തെ ഷെയർ 10% ആണ്. ദാറ്റ് ഇസ് ക്വൈറ്റ് നോർമൽ ആസ് വെൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്രയും ഒരു ഫണ്ട് ഇൻഫ്യൂഷൻ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ആ ഫണ്ട്സ് കൊണ്ടാണ് ഈ കമ്പനി ഇത്രയും ഗ്രോ ചെയ്തിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, സോ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ഓക്കെ, ബൈ ദ വേ, ഹൂ ആർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് പറയും? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് പറയാം LIC അല്ലെങ്കിൽ UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെ. അപ്പൊ ഇവരുടെ കയ്യിലൊക്കെ ബേസിക്കലി ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന ഫണ്ട്സ് എപ്പോഴാണോ ഒരു ഇൻഷുറൻസ് എടുക്കാൻ അല്ലെ ഒരു ക്ലെയിം വരുന്നത് അപ്പോൾ മാത്രമാണ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ബേസിക്കലി ഇവരുടെ കയ്യിലൊക്കെ ഒരുപാട് ഫണ്ട്സ് ഉണ്ടാവും. യൂഷ്വലി അവർ ചെയ്യുന്നത് ഈ പറയുന്ന ഗ്രോയിങ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു അതുകൊണ്ട് തന്നെയാണ് LIC മിക്ക കമ്പനീസിന്റെയും മേജർ ഷെയർ ഹോൾഡർ ആണ് LIC എന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇത് ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റി. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് ഉണ്ട്. ഇപ്പൊ കമ്പനിക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഫണ്ട് ഷോർട്ടേജോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഒരു ഫർദർ ഇൻഫ്യൂഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗിൽ ഡിസിഷൻ എടുക്കുന്ന സമയത്തൊക്കെ ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലെ ഏറ്റവും 80% ഹോൾഡ് ചെയ്യുന്നവരല്ലേ. ഓക്കെ, സോ ദേ ക്യാൻ ഓഫർ സിഗ്നിഫിക്കന്റ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് റിസോഴ്സസ്. ദേ ക്യാൻ ബ്രിങ് ഇൻഡസ്ട്രി നോളജ്, കണക്ഷൻസ്, നെറ്റ്വർക്കിംഗ്, ഇതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ക്യാൻ സപ്പോർട്ട് ബീഗോസ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ എഫേർട്സ്. ഓക്കെ, അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ്. Institutional investors may facilitate access to additional capital for expansion into new markets or for investing in new technologies like AI. നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ ഡ്രൈവർലെസ് കാർസും EVസിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ഫണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഓർഗനൈസേഷൻ ഉള്ളതെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ ഒരു ഫണ്ട് അക്വിസിഷൻ, ഫണ്ട് ഇൻഫ്യൂഷൻ എന്നുള്ളത് നമ്മൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് നടക്കും. സെക്കൻഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഫൗണ്ടർ ഇൻവോൾവ്മെന്റ്. ഫൗണ്ടേഴ്സ് 12 വർഷമായി ഇത്രയധികം ഫണ്ട് ബിസിനസ്സിലേക്ക് വന്നപ്പോഴും അവര് ഫുൾ ഫണ്ട് ബിസിനസ്സും സെൽ ഓഫ് ചെയ്തിട്ട് നമ്മുടെ എഡും കിമ്മും നിർത്തി പോയിട്ടില്ല അല്ലെ. ദേ കണ്ടിന്യൂ ദർ ഓണർഷിപ്പ് ഓഫ് 10%. അപ്പൊ ബീഗോ എന്ന കമ്പനി എന്തിനാണോ, അവരുടെ ഒറിജിനൽ വിഷൻ എന്തായിരുന്നോ, എന്തിനാണോ അവർ സ്റ്റാർട്ട് ചെയ്തത്, അത് ആ ഒരു ഇന്നോവേറ്റീവ് എഡ്ജും കാര്യങ്ങളും വെച്ചിട്ട് അവർ ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അല്ലെ, അവർക്കാണല്ലോ അതിന്റെ അറിയാം. അപ്പം പക്ഷെ ബേസിക്കലി മനസ്സിലാക്കുക, ഇതിന്റെ ഒരു അതർ സൈഡ് പറയാനാണെങ്കിൽ അല്ലെ, അതൊരു ചലഞ്ച് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കോൺസ്റ്റന്റ്ലി പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്ത ഒരു വിഷനും മിഷനും ഒക്കെ തെറ്റിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വിഷനിലേക്കായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പ്രഷർ ചെയ്യുന്നുണ്ടാവുക വർക്ക് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി അതേ നടക്കത്തുള്ളൂ കേട്ടോ. ആൻഡ് തേർഡ് വൺ, പബ്ലിക് ലിസ്റ്റിംഗ് ബെനിഫിറ്റ്സ്. നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആവുന്നുള്ളത് കൊണ്ട് എനി വൺ ഓഫ് അസ് ക്യാൻ ബി എ ഷെയർ. എനിക്കും നിങ്ങൾക്കൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ആവാം, ബിക്കോസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണെന്നുള്ളത്. ബീലാൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ബീഗോ. അപ്പോൾ ദിസ് ക്യാൻ ഡെഫിനറ്റ്ലി അട്രാക്ട് അഡീഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്. ഓക്കെ, ഇനി ചലഞ്ചസ് നമ്മൾ ഒന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ, ഈ പറയുന്ന ഫൗണ്ടർ ഇൻഫ്ലുവൻസ് ലിമിറ്റേഷൻ. നമുക്ക് 10% ഓണർഷിപ്പ് മാത്രം ഉള്ളത് കൊണ്ട് മേജർ ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത്
നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിഷനിലേക്കാണ് തുടങ്ങി അതൊന്നും ചിലപ്പോൾ പ്രാക്ടിക്കലി നടത്തിക്കൊള്ളാൻ പറ്റണമെന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് സർവീസസ് ഓഫേർഡ് ബൈ ബീഗോ. നമുക്കറിയാം 5 ടൈപ്സ് ഓഫ് സർവീസസ് ആണ് യൂഷ്വലി TNCs ഒക്കെ ഓഫർ ചെയ്യാറുണ്ടായിരുന്നത്. റൈഡ് ഹെയിലിംഗ്, റൈഡ് ഷെയറിംഗ്, അതേപോലെ മൈക്രോ മൊബിലിറ്റി, ബിസിനസ് സർവീസസ്. ഇത് നാലിലും അല്ലാതെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? ഒരു റെന്റൽസിന്റെ കാര്യം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ് ഗൈസ്, വെരി ഗുഡ്. റെന്റൽസ് എന്നൊരു ബിസിനസ് കൂടെ, നമ്മൾ കാർ റെന്റൽസ്, കസ്റ്റമർ കാർ റെന്റൽസ് എടുക്കുന്ന ഒരു ബിസിനസ് കൂടെ യൂഷ്വലി TNCs ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളുടെ കേസിൽ, ബീഗോയുടെ കേസിൽ റവന്യൂ പെർസെന്റേജ് ബൈ സർവീസ് ഇവിടെ തന്നിട്ടുണ്ട്. 72% റൈഡ് ഹെയിലിംഗ്. സോ ദിസ് വിൽ ബി ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ബീഗോ. Second position is for ride sharing, 12%. Third one is for micro mobility, 11%. And fourth one, business services, നമ്മുടെ ആ ഒരു ക്ലയൻസിന്റെ കമ്മ്യൂട്ടേഷൻ കാര്യങ്ങൾ. So when it was first established, Vigo focused primarily on shared rides as the founders wanted to offer an environmentally sustainable transport solution. Initially, നമ്മൾ റൈഡ് ഷെയറിംഗ് എന്നതായിരുന്നു ഫോക്കസ്. However, over the years, റൈഡ് ഹെയിലിംഗ് ആണ് കൂടുതലും പോപ്പുലർ ആയത്. അത് നമ്മൾ ശരിക്കും ഇവര് ഈ ഒരു ടെക്നോളജി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത് റൈഡ് ഷെയറിംഗ് ഹിറ്റ് ആവും എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്തായിരിക്കും ഇവർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സംഭവിച്ചത് എന്താ? റൈഡ് ഹെയിലിംഗ് നേരെ തിരിച്ചാണ്. റൈഡ് ഹെയിലിംഗിനാണ് കൂടുതൽ ആളുകൾ വന്നത്. അപ്പൊ അഫോർഡബിലിറ്റിയെ പറ്റി, അതൊരു പക്ഷെ വെൽ ഡെവലപ്ഡ് ഇക്കണോമി ആയതുകൊണ്ട് ആളുകളുടെ കയ്യിലൊക്കെ ആ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കാം, അല്ലെ? സോ അതുകൊണ്ടായിരിക്കും അവർ റൈഡ് ഹെയിലിംഗ് പ്രിഫർ ചെയ്തിട്ടുണ്ടാവുക. Okay, so ride hailing has become increasingly popular with customers who want to get from point A to B without sharing their ride. Currently, over 70% of the company's revenue are generated from ride hailing services. Okay, ride sharing is still demanded by customers, particularly students, അതേപോലെ lower income customers. അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരുപാട് ഇവിടെ റൈഡ് ഷെയറിംഗിന്റെ സെല്ലിംഗ് പ്രൈസ് വളരെ ചെറുതായിരിക്കും, അല്ലെ? റൈഡ് ഷെയറിംഗ് ഉപയോഗിക്കുന്നത് സ്റ്റുഡൻസും അതേപോലെ ലോവർ ഇൻകം കസ്റ്റമേഴ്സും ആയതുകൊണ്ട് ഒരുപാട് നമ്പേഴ്സ് സെല്ല് ചെയ്ത് പോയാലേ ഈ പറയുന്ന ഒരു റവന്യൂ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈഡ് ഹെയിലിംഗിന്റെ കാര്യം അങ്ങനെയല്ല. റൈഡ് ഹെയിലിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു പ്രീമിയം സർവീസ് ആണ്, ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമർ സ്പെസിഫിക് ആയിട്ടുള്ള സർവീസ് ആണ്. സെല്ലിംഗ് പ്രൈസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു റവന്യൂ ജനറേഷൻ നടക്കും. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇത് രണ്ടും അല്ലാതെ പിന്നെ മൈക്രോ മൊബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഇനീഷ്യലി 12 വർഷം മുന്നേ നമ്മളുടെ ബീഗോ എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് റൈഡ് ഹെയിലിംഗും റൈഡ് ഷെയറിംഗ് ഒക്കെ ഉണ്ടെങ്കിലും മൈക്രോ മൊബിലിറ്റി എന്ന് പറയുന്നത് 5 വർഷം മുന്നേ, നമ്മൾ വളരെ റീസെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്, ജസ്റ്റ് 5 years ago. So Bigo acquired a national micro mobility business, enabling it to offer its customers a new service of bicycle hire. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് മൈക്രോ മൊബിലിറ്റി എന്താന്നുള്ളത്. നമ്മുടെ ബൈസൈക്കിൾസ് ആണല്ലേ, ഡോക്കിംഗ് സ്റ്റേഷൻസിൽ, ബസ് സ്റ്റേഷൻസിലും അതേപോലെ ട്രെയിൻ സ്റ്റേഷൻസിന്റെ ഒക്കെ അടുത്തുള്ള നിയർ ബൈ ആയിട്ടുള്ള ഡോക്കിംഗ് സ്റ്റേഷൻസിൽ ലോക്ക് ചെയ്ത് ബൈസൈക്കിൾസ് ഉണ്ടാവും. നമുക്കത് അവരുടെ ഒരു ലാസ്റ്റ് പാർട്ട് ഓഫ് ജേർണി ആയിട്ട് ഈ പറയുന്ന മൈക്രോ മൊബിലിറ്റി ഈ ബൈസൈക്കിൾസ് യൂസ് ചെയ്യാം. അപ്പോൾ അത് 5 വർഷം മുന്നേ, വളരെ റീസെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്, ജസ്റ്റ് 5 years ago. ആൻഡ് അത് നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല, നമ്മൾ ഓൾറെഡി റണ്ണിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു മൈക്രോ മൊബിലിറ്റി ബിസിനസിനെ നമ്മൾ അക്വയർ ചെയ്യാണ് ചെയ്തത്. സോ ദിസ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ട് ഓപ്ഷൻ ഹാസ് പ്രൂവ് ടു ബി വെരി പോപ്പുലർ വിത്ത് കസ്റ്റമേഴ്സ്. ആൻഡ് ഇൻ ദ ലാസ്റ്റ് 2 years, ദ കമ്പനി ഹാസ് ഇൻവെസ്റ്റഡ് സിഗ്നിഫിക്കന്റ്ലി ഇൻ അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ടു സപ്പോർട്ട് ദ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ദ സർവീസ്. അപ്പൊ മേ ബി അവർ ഒരുപാട് ബൈസൈക്കിൾസ് അഡീഷണലി കൊണ്ടുവന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പുതിയ ഡോക്കിംഗ് സ്റ്റേഷൻസ് പുതിയ പുതിയ ലൊക്കേഷൻസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതാണ് ഈ ഒരു അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക. ഓക്കെ, ചിലപ്പോൾ നമുക്ക് തരുന്ന കമ്മിങ് എക്സിബിറ്റിൽ ഈ ഒരു കൂടുതൽ ഡോക്കിംഗ് സ്റ്റേഷൻസിന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങൾ NPV ഡേറ്റ് ഒക്കെ തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം. 5 വർഷം മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഇനിയും എത്ര എണ്ണം കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ കറന്റ് 100 സിറ്റീസിന്റെ അധികമാണ് നമ്മൾ, 250 സിറ്റീസിലധികം നമ്മുടെ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിലും മൈക്രോ മൊബിലിറ്റി എല്ലായിടത്തും ഒന്നുമില്ല, 100 സിറ്റീസിലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓവർ 9 million ആക്റ്റീവ് യൂസേഴ്സ് ഓഫ് ഇറ്റ്സ് സർവീസസ്. 9 മില്യൺ ആളുകളാണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 9 million ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്ന ഈ 9 million നമ്മുടെ ഏതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള 9 million ആണ്? നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന നമ്പേഴ്സ്, വിച്ച് ഇസ് 19 million ബൈ ദി എൻഡ് ഓഫ് 2024 ആളുകളാണ് കേട്ടോ.
ഇനി ബിസിനസ് സർവീസസ്. 2 years ago, Bigo partnered with several national organizations to transport their staff to and from workplace and meetings, events, and to transport customers ഫ്രം മീറ്റിംഗ്സ് ഹോട്ടൽ. ഓക്കെ, നമ്മുടെ ബിസിനസ് സർവീസസ് നമ്മുടെ ക്ലയൻസിനെ എയർപോർട്ട്സിൽ നിന്നും ഹോട്ടലിൽ നിന്നും ട്രെയിനിൽ നിന്നും ബസ് സ്റ്റേഷനിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2 വർഷം മുന്നേ ബിസിനസ് സർവീസസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ നമ്മുടെ സർവീസസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. ഇനി അടുത്ത റൈഡ് ഷെയറിംഗ്. നമുക്കറിയാം പോപ്പുലാരിറ്റി കുറച്ച് കുറവാണ്. ഓക്കെ, കാരണം പ്രൈവസി ആയിരിക്കാം ആളുകളുടെ പ്രയോറിറ്റി. പിന്നെ ഇതിന് പലയിടത്തും പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് കൂടുതൽ ട്രാവൽ ടൈം ആകാൻ സാധ്യതയുണ്ട്. റൈഡ് ഹെയിലിംഗിന്റെ കേസിൽ നമുക്ക് വന്നേക്കാവുന്ന ഒരു കൺസിഡർ ചെയ്യേണ്ട കാര്യം, ഓരോരുത്തരും ഇൻഡിവിജ്വലി കാർ വിളിക്കുന്ന സമയത്ത് വന്നേക്കാവുന്ന ട്രാഫിക് കൺജഷൻസ് ആൻഡ് എൻവയോൺമെന്റ് എമിഷൻ, ഹയർ എമിഷൻസ് വിച്ച് മൈ ലീഡ് ടു നേരത്തെ പറഞ്ഞ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ. അതേപോലെ റെഗുലേറ്ററി സ്ക്രൂട്ടിനി. ആസ് എ സർവീസസ് ബിക്കം മോർ ഡോക്യുമെന്റ്, ഇറ്റ് മേ അട്രാക്ട് റെഗുലേറ്ററി അറ്റൻഷൻ. സി എസ്പെഷ്യലി കൺസേണിങ് ഇറ്റ്സ് എൻവയോൺമെന്റ് ഇമ്പാക്ട്. എൻവയോൺമെന്റ് ഇമ്പാക്ട് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്, ഒരുപാട് റൈഡ് ഹീലിംഗ് സർവീസസ് 70 to 82% ആകുമ്പോൾ മേജർ റവന്യൂ വരുന്നത് മുഴുവൻ ഇതിൽ നിന്നാകുമ്പോൾ നാളെ ഒരു പുതിയ റെഗുലേഷൻസ് ഒക്കെ ഇതിനെ ബേസ് ചെയ്ത് മാത്രം വരാൻ സാധ്യതയുണ്ട്. ഇനി മൈക്രോ മൊബിലിറ്റി ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ 100 cities കൂടുതലാണുള്ളത്. 5 years ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ദേ പ്രൊഡ്യൂസ് സീറോ എമിഷൻ. ഒരു വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അല്ലെ. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽസിന് വളരെ ഐഡിയൽ ആണ്. കാരണം ഈ നമ്മൾ ട്രാഫിക് ഉള്ള സമയത്തും ബൈസൈക്കിൾ ലെയിൻസിലൂടെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും. ആൻഡ് റവന്യൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പൊ ഒരു 11% ഓഫ് നമ്മുടെ റവന്യൂ വരുന്നത് ഈ മൈക്രോ മൊബിലിറ്റിയിൽ നിന്നാണ്. സോ ആ ഒരു റവന്യൂ ഡൈവേഴ്സിഫിക്കേഷനും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ നമ്മുടെ ബിസിനസ് സർവീസസിന്റെ കേസിൽ പറയുന്നത്, ദിസ് ഇൻവോൾവ് പാർട്ണറിംഗ് വിത്ത് നാഷണൽ ഓർഗനൈസേഷൻ ടു പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫോർ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ് ആൻഡ് ക്ലയന്റ്. നമുക്കറിയാം ബിഗ് ഫോറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് രാവിലെ അവർ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സർവീസസും അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. പണ്ടൊക്കെ അത് ഫ്രീ ആയിരുന്നു. അതായത് നമ്മുടെ ഒരു ആപ്പ്, എനിക്കറിയത്തില്ല ഇപ്പൊ ഫ്രീ ആണോ എന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏത് ലൊക്കേഷനിൽ എപ്പോൾ വേണമെങ്കിലും ടൈം ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ വന്ന് പിക്ക് ചെയ്യായിരുന്നു പണ്ട് 2015 കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി ടെക്നോളജി യൂസ്ഡ് ബൈ ബീഗോ. ഇപ്പൊ എങ്ങനെയാടാ? ഇപ്പൊ അതെങ്ങനെയാണ്? അതാണ് ബേസിക്കലി ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന സ്ട്രീം. അതാണ് ഈ പറയുന്ന കമ്പനീസിൽ നിന്ന് എംപ്ലോയീസിനെ അവരുടെ വീട്ടിൽ പോയി പിക്ക് ചെയ്യുക, ക്ലയൻസിനെ പിക്ക് ചെയ്യുക എയർപോർട്ടിൽ നിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന് പേയ്മെന്റ് ഉണ്ടോ അതോ അത് കോംപ്ലിമെന്ററി ആണോ? വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, കോംപ്ലിമെന്ററി ആണ്. നൗ ഓൾസോ ഫ്രീ ഇൻ EY കുവൈറ്റ്. അടിപൊളി. കുവൈറ്റ് ഇവയിൽ ഫ്രീ ആണ്. ഫൈൻ, ശരി. അപ്പോൾ ടെക്നോളജി യൂസ്ഡ് ബൈ ബീഗോ. അതെ, ഓൺഷോറിൽ ഇപ്പോഴും ഫ്രീ. ഓൺഷോറിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഞാൻ ഇവിടെ നമ്മുടെ കൊച്ചിയിലെ കേസാണ് ചോദിച്ചത്. അവിടെ എന്തായാലും ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി. അടുത്തത് നമ്മൾ വായിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സിബിറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോക്കിംഗ് അബൌട്ട് ടെക്നോളജി, എല്ലാ പ്രാവശ്യം ടെക്നോളജിയെ ബേസ് ചെയ്ത് ഒന്നുകിൽ ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട് എല്ലാ സെഷനിലും. അപ്പോൾ ഇവിടെ പറയുന്ന ടെക്നോളജീസ് എന്തൊക്കെയാന്ന് നോക്കാം. അല്ലെ, ചില സമയത്ത് ഈ ഡേറ്റ അനലിറ്റിക്സും AI ഒക്കെ വരുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ആപ്പ് ഉള്ളതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത സമയത്ത് കണ്ടതാണ്. സോ ദീസ് ആർ ദ ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് വിച്ച് ഐ യൂസ് ടു ഇന്ററാക്ട് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ്. വെബ്സൈറ്റും മൊബൈൽ ആപ്പും അല്ലെ. കസ്റ്റമേഴ്സിന്റെ എൻഡ് ഉണ്ട്, ഡ്രൈവേഴ്സിന്റെ എൻഡ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ്. പേയ്മെന്റ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. നമുക്കറിയാം നമ്മളുടെ റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, കസ്റ്റമറിന്റെ റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൽ നിന്നോ ആ പറയുന്ന എത്രയാണ് ഒരു ഫെയർ, അതൊരു ഡിഡക്ട് ആവുന്ന ഒരു സിസ്റ്റം അല്ലെ. പേയ്മെന്റ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. ദിസ് പ്രോസസ് ഓട്ടോമാറ്റിക് പേയ്മെന്റ്സ് ഫ്രം കസ്റ്റമർ ഓൺ കംപ്ലീഷൻ ഓഫ് ഈച്ച് റൈഡ്. In addition, this system processes the weekly payment made direct to driver's bank account. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഡ്രൈവറുടെ റവന്യൂ റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണ് നോക്കുക? വീക്ക്ലി പേയ്മെന്റ്സ് ആണ്. അതായത് ഓരോ ഫെയർ, ഓരോ റൈഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ആ ഫെയറിന്റെ 85%, 75 മുതൽ 85% വരെയാണല്ലോ ഡ്രൈവർക്കുള്ളത്. അത് പക്ഷെ ആ ദിവസമോ അല്ലെങ്കിൽ ആ റൈഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴോ അല്ല കിട്ടുന്നത്. അത് വീക്ക്ലി സെറ്റിൽമെന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ അവിടെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അപ്പൊ ഇപ്പൊ ഒരു 7 days വെയിറ്റ് ചെയ്താലേ ഡ്രൈവേഴ്സിന്റെ സൈഡിൽ ക്യാഷ് ഫ്ലോ റിയലൈസേഷൻ ഉണ്ടാവുന്നുള്ളൂ അല്ലെ. ബേസ്ഡ് ഓൺ ദ റൈറ്റ്, അത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ റേറ്റിനെ
ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ റേറ്റുമായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് എഴുതേണ്ടി വന്നാൽ മാത്രം. ഓക്കെ, ഇനി അടുത്തത് കസ്റ്റമർ ആൻഡ് ഡ്രൈവർ ഡേറ്റാബേസ്. ബീഗോസ് ഡേറ്റാബേസ് കളക്ട് ആൻഡ് മാനേജ് ഡ്രൈവർ ആൻഡ് കസ്റ്റമർ ഡേറ്റ. എന്തൊക്കെയായിരുന്നു? കസ്റ്റമർ നെയിം, അഡ്രസ്, ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ ഫോൺ നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ് അല്ലെ, അതേപോലെ കസ്റ്റമർ റൈറ്റ് കംപ്ലീറ്റഡ്, സ്റ്റാർട്ട് പോയിന്റ്, എൻഡ് പോയിന്റ്, ഡ്യൂറേഷൻ ടൈം, ഡ്രൈവർ നെയിം, അഡ്രസ്, ലൈസൻസ് ഡീറ്റെയിൽ, ഇൻഷുറൻസ് ഡീറ്റെയിൽ, കാർ രജിസ്ട്രേഷൻ നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ്. സ്പെസിഫിക്കലി മനസ്സിലാക്കുക, ഇത്ര ഡേറ്റ മാത്രമേ കിട്ടത്തുള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് ഡേറ്റ കളക്ഷൻ വരുന്നില്ല. ഇത്രയധികം ഡേറ്റയാണ് നമ്മളുടെ നമ്മൾ കളക്ഷൻ ഈ ഒരു ടെക്നോളജിയിലൂടെ നമ്മളുടെ കയ്യിൽ കളക്റ്റഡ് ആവുന്നത്. ഡ്രൈവർ റൈറ്റ്സ് കംപ്ലീറ്റഡ്, ആവറേജ് റൈഡിംഗ് ടൈം, ഡ്രൈവർ റേറ്റിംഗ് എന്നുള്ളതൊക്കെ. GPS സോഫ്റ്റ്വെയർ. Bigo uses a sophisticated GPS software system to accurately map the position of its customers and drivers. അപ്പോൾ മനസ്സിലാക്കുക, ഈവൻ ദോ ഗൂഗിൾ മാപ്പ് എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഉണ്ടെങ്കിലും നമുക്കറിയാം ഇങ്ങനെയുള്ള ആപ്പുകൾ, ഇപ്പോൾ സൊമാറ്റോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഊബർ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇവരുടെ തന്നെ ഒരു GPS സോഫ്റ്റ്വെയർ, വേറെ തന്നെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് യൂസ് ചെയ്യാറുള്ളത്. ദിസ് സോഫ്റ്റ്വെയർ ക്യാൻ പിൻ പോയിന്റ് കസ്റ്റമേഴ്സ് when they request a ride and then pinpoint their final destination. The software is also used to calculate optimal റൂട്ട് ഫോർ ഡ്രൈവേഴ്സ്. ഏറ്റവും ബെസ്റ്റ് റൂട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, അതിനൊക്കെ ഈ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. കസ്റ്റമേഴ്സ് ഹാവ് ആക്സസ് ടു ദ ഇൻഫർമേഷൻ ടു ഗീവ് ദം ലൈവ് ഇൻഫർമേഷൻ അബൌട്ട് ദ റൈഡ് ആൻഡ് ഡ്രൈവേഴ്സ് ഹാവ് ആക്സസ് ടു ദിസ് ഇൻഫർമേഷൻ ടു ലൊക്കേറ്റ് ദ കസ്റ്റമർ, സാധാ നോർമൽ ഊബർ, ആൻഡ് ദെൻ ഫോളോ ദ റെക്കമെൻഡഡ് റൂട്ട് ടു ദ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പൊ ബീഗോ കുറച്ച് ടെക്നോളജിക്കലി ബേസ് ചെയ്ത് ഭയങ്കരമായിട്ട് റിലൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി. എപ്പോഴെങ്കിലും ടെക്നോളജി ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ബീഗോ എന്ന കമ്പനിയുടെ വാല്യൂ സീറോ ആണ് പറയും, അത്രയും ഡിസ്റപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പൊ വി ആർ ഹെവിലി നമ്മളുടെ ടെക്നോളജിക്കലി റിലയൻസ് ഒരുപാട് കൂടുതലാണ്. ടെക്നോളജി ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ദ കമ്പനീസ് ഓപ്പറേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ചാലഞ്ച്, ഹെവി റിലയൻസ് ഓൺ ടെക്നോളജി മേക്സ് ദ ബീഗോ വൾണറബിൾ ടു സിസ്റ്റം ഫെയിലിയേഴ്സ്, സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ഔട്ടേജോ. ഇപ്പൊ നമുക്കറിയാം, മിക്കവാറും നിങ്ങൾ ACCയുടെ സ്റ്റഡി ഹബ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു ഔട്ടേജ് വരുന്ന ഒരു സമയമാണ്. കാരണം എക്സാം വീക്കിലേക്ക് 2-3 ഡേയ്സ് കൂടെ ഉള്ളൂ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അല്ലെ ഒരുപാട് യൂസേഴ്സ് വരുന്ന സമയത്ത് വരുന്ന ഒരു സർവീസ് ഔട്ടേജാണ്. ദിസ് കുഡ് ഡിസ്റപ്റ്റ് ഓപ്പറേഷൻ ആൻഡ് ഹാം ഇറ്റ്സ് റെപ്യൂട്ടേഷൻ. ഓക്കെ, സോ എൻഷുറിംഗ്, ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റും എൻഷുറിംഗ് റോബസ്റ്റ് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ്. ഇതൊക്കെ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒരു ക്വസ്റ്റ്യനിലോ ക്ലാസ്സിലൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, കാരണം ഇതൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു എക്സിബിറ്റ് ആയിട്ട് വന്നേക്കാം കേട്ടോ. വെയിറ്റ് എ മിനിറ്റ്, കൻ നോട്ട് സീ ദ സ്ക്രീൻ ഷെയർഡ് എന്ന് പറയുന്നതിന് ഇതാ. വേറെ ആർക്കെങ്കിലും സ്ക്രീൻ കാണാത്ത വിഷയം വരുന്നുണ്ടോ? സ്ക്രീൻ ഷെയർഡ് അല്ലേ, കാണുന്നില്ലേ? എടാ ഇതൊന്ന് നെറ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ, നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ ശരിയാവും. അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ലോഗിൻ ചെയ്താൽ മതി, ഒന്ന് റീലോഗിൻ ചെയ്തു കേട്ടോ. ഓക്കെ, മുന്നോട്ട് പോവാം. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടാവും. ആൻഡ് ദെൻ ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് പ്രൈവസി. അപ്പൊ അടുത്ത ടെക്നോളജിയിലെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബീഗോസ് കസ്റ്റമർ ആൻഡ് ഡ്രൈവർ ഡേറ്റാബേസ് ഇസ് ക്രിട്ടിക്കൽ ഫോർ ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് പേഴ്സണലൈസ് സർവീസ്. നമ്മൾ ഈ ഡേറ്റ കളക്ഷൻ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു പേഴ്സണലൈസ്ഡ് സർവീസ്. ഇതെന്താ പറയുക, ഇത് രണ്ട് ആസ്പെക്ട് ആണ്. ഒരു സൈഡിൽ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസ്, നമ്മളെ പേര് വിളിച്ചിട്ട് സാർ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന ആ ഒരു സർവീസ് ഡെലിവറി ഒരു സൈഡിൽ വരണമെന്നുണ്ടെങ്കിൽ നെയിം എന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യണം അല്ലെ. അതേപോലെ മേ ബി നമ്മുടെ ബർത്ത്ഡേസ് വരുന്ന സമയത്ത് നമുക്ക് ഒരു നമ്മുടെ ഒരു മെയിലിലേക്ക് ഈ ഒരു ബീഗോ ഒന്ന് വന്നിട്ട് ഒരു വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് കളക്ഷൻ ഒക്കെ വരും. അതൊക്കെ ആ ഒരു പേഴ്സണലൈസ്ഡ് സർവീസിന്റെ ഭാഗമായിട്ടുള്ളത്. ചിലപ്പോൾ അന്ന് ഫ്രീ റൈഡ്സ് ഒക്കെ ആയിരിക്കും, വാട്ട് എവർ. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് സർവീസ് കൊടുക്കണമെങ്കിൽ ഈ ഡേറ്റ കളക്ഷൻ എസെൻഷ്യൽ ആണ്. ഓപ്പറേഷണൽ എഫിഷ്യൻസിക്കും പേഴ്സണലൈസ്ഡ് സർവീസ് കൊടുക്കണമെങ്കിലും ഡേറ്റ കളക്ഷൻ. സോ ദിസ് എക്സ്റ്റെൻസീവ് ഡേറ്റ കളക്റ്റഡ് enables the company to optimize route, enhance, improve user experience and refine marketing strategies. എങ്ങനെയാണ് ഡേറ്റ കളക്ഷൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് പല ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഏജ് കിട്ടും. നമ്മുടെ ഏജ് കാണുമ്പോൾ നമ്മളൊരു വളരെ ഒരു യങ് ഏജിൽ പെട്ട ആളുകളാണ് എങ്കിൽ നമ്മൾക്ക് മുന്നിലേക്ക് വരുന്ന മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളും ആയിരിക്കും അല്ലെ. ഇനി അതല്ല, അല്ലെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്ന മെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
ട്രഡീഷണൽ അഡ്വർടൈസിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ ഏത് ക്വസ്റ്റ്യനിലാണെന്ന്? എനിബഡി? കസ്റ്റമർ സെഗ്മെന്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇനീഷ്യലി തുടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ. കസ്റ്റമർ സെഗ്മെന്റേഷനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, വെരി ഗുഡ്. ഒപ്റ്റിമ, യെസ്. ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു നോക്കണേ. ഓക്കെ, സോ ഇതിന്റെ വരുന്ന ചാലഞ്ച്, ഹാൻഡ്ലിംഗ് വാസ്റ്റ് എമൗണ്ട് ഓഫ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, പേയ്മെന്റ് ഡേറ്റയും പേഴ്സണൽ ഡീറ്റെയിൽസും അടങ്ങുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. സോ ദിസ് നെസസിറ്റേറ്റ്സ് stringent data security and privacy measures. ഓക്കെ, ഒന്നാമത് നമ്മൾ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, VLANഡിന്റെ കേസിൽ അത്ര ഡേറ്റ മാനേജ്മെന്റ് റെഗുലേഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തേർഡ് വൺ, മെഷീൻ ലേണിംഗ് ആൻഡ് പ്രെഡിക്റ്റീവ് അനലറ്റിക്സ്. മെഷീൻ ലേണിംഗ് ആൻഡ് പ്രെഡിക്റ്റീവ് അനലറ്റിക്സ് ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തൊരു കാര്യമാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾ മെഷീൻ ലേണിങ്ങിനെ പറ്റിയും AI ഒക്കെ വരുന്ന ഇതുണ്ട്. അപ്പൊ മെഷീൻ ലേണിംഗ് ഇപ്പൊ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ടോപ്പിക്കുകൾ ആയതുകൊണ്ട് ചിലപ്പോൾ വന്നേക്കാം മെഷീൻ ലേണിംഗ്. So by leveraging machine learning, Vigo can predict customer and driver behavior, which informs service improvements and help anticipate demand. This enhances service quality, optimizes operations, and supports strategic decision making. So basically ഇത്രയേ ഉള്ളൂ. മെഷീൻ ലേണിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡേറ്റ അനാലിസിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെ? ഡേറ്റ, നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിനുള്ളിൽ നിന്ന് ആ ഒരു കസ്റ്റമർ ബിഹേവിയർ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് മെഷീൻ ലേണിംഗ്. അതായത് മെഷീൻ തന്നെ ഈ പറയുന്ന ഡേറ്റയെ ലേൺ ചെയ്ത് മനസ്സിലാക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് വൈകിട്ട് 4 മണിയാകുമ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഊബർ വിളിക്കുകയാണെന്ന് വിചാരിച്ചു. സോ ഊബർ അല്ലെങ്കിൽ ഇപ്പൊ ഈ നമ്മുടെ കമ്പനിയുടെ കേസിലാണെങ്കിൽ ബീഗോയ്ക്ക് അറിയാൻ കഴിയും, ഓക്കെ, ജോജോ ടോമി എന്ന കസ്റ്റമർ എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് ഒരു റൈഡ് യൂഷ്വലി ബുക്ക് ചെയ്യാറുണ്ട്. ഒരു വീക്കിലെ 7 ഡേയ്സിലെ മിനിമം 4 ഡേയ്സിൽ ബുക്ക് ചെയ്യാറുണ്ട് എന്നത് വരുമ്പോൾ, നാളെ എനിക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് ഡെലിവർ ചെയ്യാൻ അവർക്ക് കഴിയും. ഫോർ എക്സാമ്പിൾ ഒരു 3:30 ആകുമ്പോഴേക്കും ഒരു റിമൈൻഡർ പോലെ വരും, 4 മണിക്ക് ഇത് ബുക്ക് ചെയ്യണ്ടേ എന്ന രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ പോലെയൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കസ്റ്റമർ ബിഹേവിയറും അതേപോലെ ഡ്രൈവർ ബിഹേവിയർ ഒക്കെ പ്രെഡിക്ട് ചെയ്യാൻ ഡേറ്റ അനലിറ്റിക്സിലൂടെ, മെഷീൻ ലേണിംഗിലൂടെ നമ്മുടെ കമ്പനിക്ക് പറ്റുമെന്നുള്ളത്. അപ്പൊ അതുവഴി ഡിമാൻഡ് ആന്റിസിപ്പേറ്റ് കഴിയും. ഫോർ എക്സാമ്പിൾ, ഇതിനനുസരിച്ച് ഞാൻ 4 മണിക്ക് ഈ പറയുന്ന ബീഗോ ബുക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ഡ്രൈവർ എന്നല്ല, കുറച്ച് ഡ്രൈവേഴ്സിന്റെ മുന്നിലേക്ക് വരിക, ഓക്കെ, ഞാൻ ഇറങ്ങുന്ന ലൊക്കേഷൻ, ഈ ഒരു ലൊക്കേഷൻ കുറച്ചൊരു ഹോട്ട് ഏരിയ ആണ് കേട്ടോ, നിങ്ങൾക്ക് വൈകിട്ട് 4 PM എന്ന സമയത്ത് ഈ ഒരു ലൊക്കേഷൻ കുറച്ച് ഹോട്ട് ഏരിയ ആണെന്നുള്ള രീതിയിൽ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ നമ്മള് ഊബറിലൊക്കെ ഡ്രൈവേഴ്സ് യൂഷ്വലി ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ, വെറുതെ ഇങ്ങനെ ഒരു റൂട്ടിൽ അങ്ങ് പോകുന്നു, ഏകദേശം കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു കസ്റ്റമർ പാറ്റേൺസും ബിഹേവിയറും ഒക്കെ ഡ്രൈവേഴ്സ് തന്നെ അവരുടെ കോമൺ സെൻസ് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഇൻഫോ പാർക്കിൽ വൈകിട്ട് ഒരു 6 മണി 7 മണി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഓഫീസ് കഴിഞ്ഞ് വരാം, അപ്പം അവിടെ ഒരു ഹോട്ട് ഏരിയ ആണ്. കറന്റ്ലി ഈ ഒരു കാര്യങ്ങളൊക്കെ ഡ്രൈവേഴ്സ് തന്നെ അവരുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതെ, വോയിസ് കട്ടാവുന്നുണ്ടായിരുന്നു, ഞാനൊന്ന് ഇടയ്ക്ക് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്റർനെറ്റ് കണക്ഷൻ ഒന്ന് അൺസ്റ്റേബിൾ ആയിരുന്നു. ഓക്കെ, മെഷീൻ ലേണിംഗും AI-യും സെയിം ആണോ? അല്ല, സെയിം അല്ല. ഇത് ഡേറ്റ അനലിറ്റിക്സിന്റെ ഒരു സബ്സെറ്റ് ആണ് മെഷീൻ ലേണിംഗ്. AI എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. AI എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഈ ഡേറ്റ അനാലിസിസ്, ഇപ്പൊ നമ്മൾ ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്തു, ഇതിന്റെ അനാലിസിസ് ഒക്കെ നടത്തുന്നത് നമ്മൾ തന്നെയാണ്. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെയാണെന്ന് കാര്യങ്ങൾ മനസ്സിലായി, അല്ലെ? AI വന്നു കഴിയുന്ന സമയത്ത് അനാലിസിസും AI നടത്തിയിട്ട് AI നമുക്കത് പറഞ്ഞു തരും. ആ ഒരു ഇന്റലിജൻസിലൂടെയാണ് ഈ അനാലിസിസ് നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതാണ് ആ വ്യത്യാസം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നെറ്റ്ഫ്ലിക്സിന്റെ സമയത്ത് നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ടോട്ടൽ വാച്ച് ടൈം, അത് ഡേറ്റ അനലിറ്റിക്സ് ആണ്. നമ്മൾ ഒരു 100 മൂവീസ് നമ്മൾ കാണും. അപ്പൊ 100 മൂവീസ്, ഞാൻ കണ്ട മൂവീസിന്റെ ജേണേഴ്സ് ഒക്കെ ഏതാണെന്നുള്ളതൊക്കെ ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചു. ഈ ഡേറ്റ AI വരുന്നതിന് മുന്നേ ഇതിന്റെ ഒരു അനാലിസിസ്, ഇയാൾ കണ്ട ഡേറ്റ ഏതൊക്കെ, ഇയാൾ കണ്ട മൂവീസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ആളുകൾ തന്നെ ഇരുന്നായിരുന്നു ഈ അനാലിസിസ് നടത്തിക്കൊണ്ടിരുന്നത്. AI വരുന്ന സമയത്ത് AI ആണ് ഈ അനാലിസിസ് നടത്തിയത്. AI എന്നിട്ട് മനസ്സിലാക്കി, ഔട്ട് ഓഫ് ദ 100 മൂവീസ് ദാറ്റ് ഐ ഹാവ് വാച്ച്ഡ്, 60 or 70 മൂവീസ് മേ ബി റിലേറ്റഡ് ടു ത്രില്ലർ മൂവീസ് ആണ് ഇയാൾ കാണുന്നത് എന്നുള്ളത് AI ആ ഡയറക്റ്റ് അനാലിസിസ് നടത്തി തന്നു. ഓക്കെ,
ഇത് മൾട്ടിപ്പിൾ ആയിട്ട് റിപ്പീറ്റഡ് ആകുമ്പോഴാണ് അത് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ്, അപ്പൊ മെഷീൻ ലേണിംഗിന് ഒരു സബ്സെറ്റ്, ഐ മീൻ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഈ ഡേറ്റ അനലിറ്റിക്സിന്റെ എഐയുടെ ഒക്കെ ഒരു സബ്സെറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്. അതായത് പിന്നീട് നെറ്റ്ഫ്ലിക്സ് എന്നൊരു സോഫ്റ്റ്വെയറിൽ ഡേറ്റ അനലിറ്റിക്സ് എ ഉപയോഗിച്ചിട്ട് ആ ഒരു മെഷീൻ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് സജഷൻസ് തന്നുകൊണ്ടേയിരിക്കും. മെഷീന് നമുക്ക് ഈ ഒരു നെറ്റ്ഫ്ലിക്സ് എന്ന സോഫ്റ്റ്വെയർ നമുക്ക് മനസ്സിലായി എന്റെ ഇഷ്ടപ്പെട്ട ജേണൽസ് ഇതാണ് എന്ന് മനസ്സിലായിട്ട് അതിനനുസരിച്ചുള്ള മൂവി റെക്കമെൻഡേഷൻസ് ആയിരിക്കും എനിക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, സോ സിമിലർലി അത് വേറെ ഇൻഡസ്ട്രിയാണ് കേട്ടോ, അത് വേറെ ഇൻഡസ്ട്രിയാണ്. ഇവിടെ നമ്മൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ മെഷീൻ ലേണിംഗിലൂടെ നമുക്ക്, അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് അതിനെ പറയും. പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ അനലിറ്റിക്സ് വെച്ചിട്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നാളെയും 4 മണിക്ക് ഞാൻ ഊബർ വിളിക്കും അല്ലെങ്കിൽ ബീഗോ വിളിക്കും എന്നുള്ളതാണ്. നാളെ 4 മണിക്ക് ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കിട്ടും എന്നുള്ള ഇൻഫർമേഷൻ ഡ്രൈവർ കൊടുക്കണം. ഓക്കെ, so the accuracy of predictive models depend on quality and volume of historical data. There is also a challenge of ensuring that AI-driven decisions are ethical and transparent to avoid bias or unintended consequences. AI ഗ്രോ ചെയ്യുന്ന സമയത്ത് AI വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. എല്ലാവരും ഏറ്റവും കുറഞ്ഞത് ChatGPT എങ്കിലും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ അടുത്തൊരു ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇത് എത്തിക്കൽ ആണോ എന്നുള്ള ഒരു വിഷയമാണ് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, ഫോർത്ത് വൺ, എത്തിക്കൽ എന്ന് ഉദ്ദേശിക്കാൻ കാരണം ഇപ്പൊ നമ്മള് ഒരു 1 or 2 years ബാക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, 1 yearന്റെ ഇടയിലാണ് തോന്നുന്നു, ഒരു 19 സയന്റിസ്റ്റിനെ, ചൈനീസ് സയന്റിസ്റ്റുകളെ റോബോട്ട് വെടിവെച്ച് കൊന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കണ്ടിരുന്നു അല്ലെ. അത് ബേസിക്കലി എനിമി എന്താണ്, ഇത് റോബോട്ടാണ് അൾട്ടിമേറ്റ്ലി. അപ്പം നമ്മുടെ ഒരു ഇന്റലിജൻസ് വെച്ചിട്ട് ആരാണോ നമ്മുടെ ശത്രു അല്ലെങ്കിൽ ആരാണോ എനിമി എന്ന് കാണുമ്പോൾ അയാളെ എനിമി ആയിട്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അയാളെ കൊല്ലുക എന്നുള്ള രീതിയിലാണ് റോബോട്ട്സ് വരിക. എന്റെ മനസ്സിലേക്ക് വരുന്ന, ഐ മീൻ ആ ഒരു ഇന്റലിജൻസ് ആണ് ബേസിക്കലി വർക്ക് ആവുന്നത്. അപ്പോൾ എങ്ങനെയോ അവർക്ക് ഒരു ഇത് കിട്ടി, ഓക്കെ ദീസ് ആർ എനിമീസ് എന്നൊരു ഒരു ഒരു ആ ഒരു ഇന്റലിജൻസ് ആണ് അവിടെ വർക്ക് ആയത്. അങ്ങനെ ഇവരെയൊക്കെ ഉണ്ടാക്കിയ തന്നെ 19 സയന്റിസ്റ്റുകളെ വെടിവെച്ചു. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂസിനെ പറ്റിയൊക്കെ വായിക്കാൻ കഴിയും. സോ അതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് എഐയുടെ ഡെവലപ്മെന്റ് എത്രത്തോളം എത്തിക്കലാണ്, എഐ ഡ്രിവൺ ഡിസിഷൻസ് എത്രത്തോളം എത്തിക്കലാണ് എന്നുള്ളത് കൂടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇനി അടുത്ത് മാർക്കറ്റിംഗ് ആൻഡ് കസ്റ്റമർ എൻഗേജ്മെന്റ്. ബിക്കോസ് ടെക്നോളജി ഡ്രിവൺ മാർക്കറ്റ് സ്ട്രാറ്റജീസ് ആർ എസെൻഷ്യൽ ഫോർ അട്രാക്ടിങ് ന്യൂ യൂസേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കസ്റ്റമർ സെഗ്മെന്റേഷൻ വഴി ഡേറ്റ കളക്ട് ചെയ്യുകയും ഡേറ്റ് ഓഫ് ബർത്ത് കളക്ട് ചെയ്യുകയും വഴി നമ്മുടെ ആ ഒരു കസ്റ്റമർ സെഗ്മെന്റേഷൻ ഒക്കെ നടത്തി അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ കഴിയും. ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി കൺസേൺസ് തന്നെയാണ് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത്. നെക്സ്റ്റ് വൺ, ക്ലൗഡ് സർവീസസ് ആൻഡ് സ്കെയിലബിലിറ്റി. ദ യൂസ് ഓഫ് ക്ലൗഡ് സർവീസസ് allows Bigo's platform to scale efficiently, handling increasing demand without compromising the performance. Okay, അതായത് ബീഗോ ഉപയോഗിക്കുന്നത് ക്ലൗഡ് സർവീസ് ആയതുകൊണ്ട് അവർക്ക് തന്നെ ഒരു സർവർ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ബീഗോയ്ക്ക് നമുക്കറിയാം 12 വർഷം കൊണ്ട് ബീഗോയുടെ ഡെവലപ്മെന്റ് ഏത് സ്കെയിലാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. സോ ആ രീതിയിലുള്ള സ്കെയിലബിലിറ്റിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്ലൗഡ് സർവീസ്. ഇപ്പൊ ഇന്നലെ ക്ലൗഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? റിലയൻസിൽ ജിയോയുടെ 100 GB ക്ലൗഡ് സ്റ്റോറേജ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരുന്ന രീതിയിൽ. ബേസിക്കലി ഫ്യൂച്ചർ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കുറെ കാലമായി ക്ലൗഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഗൂഗിൾ ഡ്രൈവ് എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെയാണ് ക്ലൗഡ്. നമ്മൾ ഫോട്ടോസ് നമ്മൾക്കൊരു ഫിസിക്കൽ ഒരു സ്പേസിൽ വേണ്ട ആവശ്യമില്ല, ഒരു പെൻ ഡ്രൈവോ മെമ്മറി കാർഡിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ക്ലൗഡിൽ കൊണ്ട് ഗൂഗിളിന്റെ സെർവറിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. സിമിലർലി അങ്ങനെ ജിയോ നമുക്ക് എല്ലാവർക്കും 100 GB ക്ലൗഡ് സ്റ്റോറേജ് സ്പേസ് തരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്ന ജിമെയിൽ, ഗൂഗിളൊക്കെ തരുന്ന ഏകദേശം ഒരു 15 GB ഒക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥാനത്താണ് 100 GB തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിലയൻസിന്റെ ഷെയർ പ്രൈസസ് ഒക്കെ, അതുകൊണ്ട് മാത്രമല്ല റിലയൻസിന്റെ ഒരു മീറ്റിംഗ് നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഷെയർ പ്രൈസ് ഒക്കെ അത്യാവശ്യം നല്ല 3000 ഒക്കെ കടന്നുപോയി റിലയൻസ്. എനിവേ, അപ്പോൾ എസ്പെഷ്യലി ക്ലൗഡ് പ്രൊവൈഡറിന്റെ പ്രശ്നം പറയുമ്പോൾ ക്ലൗഡ് പ്രൊവൈഡർ ഒരു തേർഡ് പാർട്ടി ക്ലൗഡ് പ്രൊവൈഡർ ആണെന്നുള്ള മനസ്സിലാക്കുക. നമ്മൾ ഗൂഗിളിനെ ഉപയോഗിക്കുന്നത്, ഗൂഗിളിൽ നമ്മുടെ ഡേറ്റ എല്ലാം കിട്ടും. ആ ക്ലൗഡിലുള്ള കാര്യങ്ങൾ, ഡേറ്റ പ്രൈവസി ഇഷ്യൂസ് ഒക്കെ നമുക്ക് അവിടെ വീണ്ടും വിഷയങ്ങളായിട്ട് കൺസിഡർ ചെയ്യാം. എപ്പോഴാണ് ഗൂഗിൾ ഡൗൺ ആവുക, അപ്പൊ നമ്മുടെ കമ്പനി ഡൗൺ. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത് നമ്മുടെ സ്റ്റാഫിന്റെ കൗണ്ടും അതിന്റെ ഒരു ടോട്ടൽ സ്റ്റാഫിലെ പെർസെന്റേജ് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ വി ആർ ഹാവിംഗ് 5123 സ്റ്റാഫ് വിത്തിൻ ദ കമ്പനി. പ്രത്യേകം മനസ്സിലാക്കുക, ഈ സ്റ്റാഫിൽ ഏത് നോക്കി കഴിഞ്ഞാലും ഇവിടെ നമുക്ക് ഡ്രൈവേഴ്സ് എന്ന് കാണത്തില്ല. ബിക്കോസ് ഡ്രൈവേഴ്സ് ആർ നോട്ട് എംപ്ലോയീസ്, ദേ ആർ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ്. പിന്നെ 1000+ സ്റ്റാഫുകൾ റിസർച്ച് ആൻഡ് ഡിസൈൻ. നമ്മുടെ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഫർദർ ഇംപ്രൊവൈസ് ചെയ്യുന്ന ഡിസൈൻ, യൂസർ ഇന്റർഫേസ് ഒക്കെ അടിപൊളിയാക്കാനും അങ്ങനെയൊക്കെ ആയിരിക്കാം. പ്രോഡക്റ്റ് മാനേജ്മെന്റ്, ഡേറ്റ സയൻസ് ആൻഡ് ടെക്നോളജി,
കസ്റ്റമർ സർവീസസ്, കസ്റ്റമേഴ്സിന്റെ ഫ്രണ്ട് എൻഡിൽ അല്ലെ അവർക്ക് കൊടുക്കുന്ന സർവീസസ് ഇനി ഫർദർ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ലീഗൽ ആൻഡ് സേഫ്റ്റി അല്ലെ, ലീഗൽ ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഓരോ സിറ്റീസിലെ അല്ലെ ലൈസൻസിങ് റിക്വയർമെന്റ്സും കാര്യങ്ങളും അതൊക്കെ മാനേജ് ചെയ്യുന്നതാണ്. ദെൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ്, അതർ, ഓൾ ടുഗദർ 5123 സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കീ ഇൻസൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. വെരി ഗുഡ് കമന്റ്സ്. ഹൈ ഇന്നോവേഷൻ ആണ് അല്ലെ, ഒരുപാട് ടെക്നോളജി അല്ലെങ്കിൽ ഇന്നോവേഷനിൽ ഒത്തിരി ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ. വെരി ഗുഡ്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ 5123 സ്റ്റാഫ് മെമ്പേഴ്സ് ആണ് അക്രോസ് 60 ലൊക്കേഷൻസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 250+ സിറ്റീസിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അല്ലെ, നമ്മൾ 60 ലൊക്കേഷൻസ് ആണ് നമ്മുടെ ഓഫീസ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാഫ് മെമ്പേഴ്സ് ഇരിക്കുന്നത് ഇവിടെയൊക്കെയാണ്. ഇനി ഇതിൽ കീ ഏരിയാസ് ഓഫ് എംപ്ലോയ്മെന്റ് നിങ്ങൾ നോക്കിയാൽ റിസർച്ച് ആൻഡ് ഡിസൈൻ, R&Dയിൽ 22%, ദെൻ പ്രോഡക്റ്റ് മാനേജ്മെന്റിൽ 16%, ഡേറ്റ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 14%. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് മാത്രം ഒന്ന് നോക്കിയേ. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് പറയാനാണെങ്കിൽ ഓവർ 50%, 22 പ്ലസ് 16, 38 പ്ലസ് 14, 50%-ന് മുകളിലായി. 50% of the staff are employed in research and design, product management, and this technology side. This distribution underscores BIGO's strong focus on innovation, technological advancement, and product development. ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഈ തൊട്ട് മുന്നേ വായിച്ച എക്സിബിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം, ഈ GPS സോഫ്റ്റ്വെയർ, പേയ്മെന്റ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ, നമ്മളുടെ മെഷീൻ ലേണിംഗിന്റെ കാര്യങ്ങൾ അല്ലെ, ഇതെല്ലാം ടെക്നോളജി ആയിട്ട് ബന്ധപ്പെടുത്തിയ കാര്യം. ബേസിക്കലി നമ്മളൊരു മൊബൈൽ ആപ്പാണ്, നമ്മളൊരു വെബ്സൈറ്റ് ആണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെ അത്രയും നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഫർദർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയിക്കോട്ടെ, ഇതിന് ടെക്കിൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ 2500-ലധികം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് ടെക്നോളജി സൈഡ് ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണ്. ഓക്കെ, കാരണം ടെക്നോളജി കാപ്പബിലിറ്റീസ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. നിങ്ങൾ മേ ബി മെജോറിറ്റി ഓഫ് യു ഗൈസ് ആർ യൂസിങ് ഊബർ. ഊബറും ഉണ്ട്, ഓലയും ഉണ്ട്. രണ്ടും വിളിച്ചാൽ വണ്ടി വരും എന്തായാലും. പക്ഷെ കൂടുതലും യൂസർ ഇന്റർഫേസ് ഒക്കെ കുറച്ചുകൂടെ നല്ലത് ഊബറിന്റെ ആണ് എന്നുള്ളത് അല്ലെ. നമ്മൾ തന്നെ പല OTT പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യാറുണ്ട്, സോണി ലൈവ് യൂസ് ചെയ്യാറുണ്ട്, മേ ബി പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെയും നമുക്ക് കാണുമ്പോൾ അറിയാം, ഓക്കെ, കുറച്ചും കൂടെ അല്ലെ ഒരു റോബസ്റ്റ് ഫീലിംഗ് കിട്ടുന്നത് മേ ബി നെറ്റ്ഫ്ലിക്സിലായിരിക്കാം. മേ ബി കേട്ടോ, നിങ്ങൾ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഓരോന്നായിരിക്കും, ബട്ട് വാട്ട് എവർ. അപ്പോൾ അതാണ് ആ ഒരു ടെക്നോളജി, ആ ഒരു ഡിഫറൻഷിയേറ്റർ എന്ന് ഉദ്ദേശിച്ചത് അതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ചാലഞ്ചസ് പറയാനാണെങ്കിൽ, ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്, ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്, ഒരു സെക്കൻഡ്. ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ TNC ബീഗോ അഡോപ്റ്റ് ചെയ്തോ എന്ന് പറയുന്നില്ല. ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് നമ്മൾ പറയുന്നത് EVസും ഡ്രൈവർലെസ് കാർസും എന്ന് പറയുന്നില്ല. അതല്ലേ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ്? അതല്ലേ ഉദ്ദേശിച്ചത്? യെസ്, ഓക്കെ. അത് ബീഗോ അഡോപ്റ്റ് ചെയ്തോ ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ, TNC ഇൻഡസ്ട്രിയിൽ വരുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. മേ ബി അതിന്റെ അഡോപ്ഷനെ പറ്റിയൊക്കെ ആയിരിക്കാം ഒരു എക്സിബിറ്റ് വരും. ഓക്കെ, ഇനി ഒന്ന് വായിച്ചത്, ഞാൻ ഒരു സിപ്പ് വെള്ളം എടുത്തോട്ടെ. ഒന്ന് വായിച്ച പൊട്ടൻഷ്യൽ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഓക്കെ, ഒരു ചാലഞ്ച് റിസോഴ്സ് അലോക്കേഷൻ ആണ്. അതായത് നമ്മൾ R&Dയിൽ ഒരുപാട് ഓവർ എംഫസൈസ് ചെയ്തു പോകരുത്, അല്ലെങ്കിൽ ടെക്നോളജി സൈഡ് മാത്രം ചെയ്തിട്ട് ബാക്കിയുള്ളതിൽ അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് വരരുത്. നമ്മൾ എപ്പോഴും PM പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, നിങ്ങൾ ഓവർ കാൽക്കുലേഷൻ ചെയ്തിട്ട് അണ്ടർ റൈറ്റിംഗ്, അണ്ടർ തിയറി എഴുതുമ്പോൾ അണ്ടർ റൈറ്റിംഗ് ആയിരിക്കും എന്ന് പറയുന്ന പോലെ. ഓക്കെ, ഇവിടെ നമ്മൾ ടെക്നോളജി സൈഡ് ഒരുപാട് എംഫസൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള ലീഗൽ സൈഡും കസ്റ്റമർ സർവീസ് സൈഡ്, ഓക്കെ, കസ്റ്റമർ ഇപ്പൊ എന്തെങ്കിലും കസ്റ്റമർ കെയർ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കസ്റ്റമർ സർവീസ് ഓപ്പറേറ്റേഴ്സ് ആർ ബിസി അറ്റ് ദ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു വെറുപ്പിക്കലത്. ദാറ്റ്സ് ഇറ്റ്. ടാലന്റ് റിട്ടൻഷൻ, ടെക്നോളജിയിലും ഡേറ്റ സയൻസിലും ഒക്കെ ഡിമാൻഡ് വളരെ, സ്കിൽ പ്രൊഫഷണൽസിന്റെ ഡിമാൻഡ് വളരെ ഹൈ ആയിരിക്കും, എസ്പെഷ്യലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ. സോ റീറ്റെയിനിങ് ടോപ്പ് ടാലന്റ് മൈറ്റ് ബി ചാലഞ്ചിങ്. ഇനി നമ്മുടെ the presence of 717 employees in customer service and 615 in legal and safety, they highlights BIGO's commitments to customer satisfaction and legal compliance. കസ്റ്റമേഴ്സിന് ആ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് കൊടുക്കുവാനും നമ്മുടെ ഓപ്പറേഷൻസ് ആ ഒരു ലീഗൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്താലേ ലോങ് ടേം സക്സസ് ഉള്ളൂ.
ഓക്കെ, അവിടെ വന്നേക്കാവുന്ന ചാലഞ്ചസ്. സ്കെയിലബിലിറ്റി ഓഫ് കസ്റ്റമർ സർവീസ്. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂടുന്നതിനനുസരിച്ച് കസ്റ്റമർ സർവീസ് ഓപ്പറേറ്റേഴ്സിന്റെ നമ്പേഴ്സും അതേപോലെ തന്നെ കൂട്ടേണ്ട, ഐ മീൻ അല്ലെ, ആ സ്റ്റാഫ് നമ്പേഴ്സും അതേപോലെ തന്നെ കൂട്ടേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ഒരു 10ൽ ഒരു 3 കസ്റ്റമേഴ്സ് കണക്ട് ചെയ്യും തിരിച്ച് എന്തെങ്കിലും കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് സ്റ്റാഫും കാര്യങ്ങളും നമുക്ക് വേണം. ഓക്കെ, അതേപോലെ റെഗുലേറ്ററി എൻവയോൺമെന്റ്, വളരെ കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള റെഗുലേറ്ററി എൻവയോൺമെന്റ് ഉള്ള സിറ്റീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, അവിടെയും വളരെ റിസോഴ്സ് ഇന്റൻസീവ് ആയിട്ട് നമുക്ക് സ്റ്റാഫിനെ നിർത്തേണ്ടി വരും. ഇനി അടുത്ത ബാക്കി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ് and other essential support function are necessary to support Bigo's growth and operational effectiveness. ഓക്കെ, അപ്പൊ അവിടെ വന്നേക്കാവുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണ്. അപ്പൊ നമ്മളുടെ മാർക്കറ്റിംഗ് എഫേർട്സിനെ കൊണ്ട് നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ, ബീഗോ എന്ന ബ്രാൻഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, കമ്പാരിറ്റീവ്ലി നമ്മുടെ ബാക്കിയുള്ള സ്റ്റാഫ് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിംഗ് ടീമിന്റെ സൈസ് വളരെ ചെറുതാണെങ്കിലും നമ്മൾ ആ രീതിയിൽ എഫിഷ്യന്റ് സ്ട്രാറ്റജീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ സൂപ്പർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് മേജർ ചേഞ്ചസ്, നേരത്തെ പറയുന്ന പോലെ ഡ്രൈവർലെസ് കാർസും EVസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന അൾട്ടിമേറ്റ്ലി ഫൈനാൻസ് മാനേജ്മെന്റ് ടീമാണ്. നമുക്ക് അതിനുള്ള ഒരു റിസോഴ്സസും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളതൊക്കെ. ആൻഡ് ദെൻ HR ആൻഡ് ടാലന്റ് മാനേജ്മെന്റ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിക്രൂട്ട്മെന്റ്, ടോപ്പ് ടാലന്റിനെ റീറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അത്രയും സ്കിൽഡ് പ്രൊഫഷണൽസിന് ആവശ്യമുള്ള ഒരു ഫീൽഡാണ്. സോ അത് HR ആൻഡ് ടാലന്റ് മാനേജ്മെന്റിന്റെ കയ്യിലാണ്. വിത്ത് ഓൺലി 4% ടോട്ടൽ സ്റ്റാഫിന്റെ 4% ആണ്. And expanding the HR function, adopting advanced HR technology could help Bigo manage the workforce and retain top management. Okay, സെയിം HR സൈഡ് തന്നെ പറയുന്നത്. ഇനി അടുത്ത ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് അതർ ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ ഒരു അതർ എന്ന് പറയുന്നതിൽ നമ്മളിവിടെ ജസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. നിങ്ങൾക്ക് എക്സാമിന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു സൈഡ് എഴുതാൻ പറ്റുന്നത് ഈ അതർ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയാൽ അല്ലേ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അത് വളരെ നമ്മൾ മിസ്സെല്ലാനസ് എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾസ് ഒന്നും ആയിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള നോർമൽ ഓപ്പറേഷണൽ റോൾസിലുള്ളവരാണ്. ഓക്കെ, അപ്പോൾ അതും ഡെഫിനറ്റ്ലി വേണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയും ഉണ്ടെങ്കിൽ നമ്മൾ ഓവറോൾ പെർഫോമൻസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇനി അടുത്തത് തന്നിരിക്കുന്നത് സീനിയർ ലീഡർഷിപ്പ് സ്ട്രക്ചർ. നമ്മുടെ ബോർഡിന്റെ സ്ട്രക്ചർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനിലും എല്ലാ തവണ പ്രിസീൻ തരുമ്പോഴും ഈ ബോർഡിന്റെ സ്ട്രക്ചർ അവർ ആദ്യമേ തരും. ബോർഡിന്റെ സ്ട്രക്ചർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. കാരണം എപ്പോഴും ബോർഡിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ സെഷനുകളെ, കഴിഞ്ഞ ഒരു 4 സെഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ലെസ് ഡേറ്റയാണ്, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ഈ ഒരു ബോർഡിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം വലിയ മോശമില്ലാത്തൊരു ബോർഡാണ് ഇത്തവണ തന്നിരിക്കുന്നത്. വലിയ കുറ്റം പറയാൻ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യമായിട്ട് പറയാൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. ഒരു ചെയർപേഴ്സൺ ഓൾറെഡി NED, നോൺ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ചെയർപേഴ്സൺ ആണ്. ആ ചെയർപേഴ്സണോട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CEO, CFO, CTO, ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ, ചീഫ് പീപ്പിൾ ഓഫീസർ, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ, പിന്നെയും 6 ഡയറക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. സോ ബേസിക്കലി 1 2 3 4 5 6 6 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, 6 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും 6 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സുമാണ്. അവരെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സണുമാണ്. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ ഒക്കെ പലപ്പോഴും യൂഷ്വലി ബോർഡ് തരാറുള്ളത് കൂടുതൽ എക്സിക്യൂട്ടീവും കുറച്ച് നോൺ എക്സിക്യൂട്ടീവ്. അപ്പൊ നമുക്ക് പറയും ഇതൊരു ബാലൻസ്ഡ് ബോർഡ് അല്ല എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് ബോർഡിനെ ഓവറോൾ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ബോർഡ് ബാലൻസ്ഡ് ആണെന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി ബോർഡ് സ്ട്രക്ചർ ഓവർവ്യൂ. യൂണിറ്ററി ബോർഡാണ്. അതായത് ഒരു സിംഗിൾ ബോർഡിലല്ലേ, നിങ്ങൾ നോക്കിയേ ഇവിടെ എല്ലാവരും കൂടെ ഒരു സിംഗിൾ ബോർഡിന്റെ ഉള്ളിലാണുള്ളത്. സോ യൂണിറ്ററി ബോർഡാണ്. 2 ടയർ ബോർഡും യൂണിറ്ററി ബോർഡും എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നൗ വി ആർ ഹാവിംഗ് യൂണിറ്ററി ബോർഡ്. Chairperson leads the board and ensure that it function effectively, setting the agenda for meeting and overseeing the performance of CEO and other board members. ബാക്കി എല്ലാ ബോർഡ് മെമ്പേഴ്സിന്റെ പെർഫോമൻസ് ഓവർസീ ചെയ്യുന്നത് ചെയർമാൻ ആണ്. CEO and other executives are responsible for the day-to-day management of operations. NEDs are not involved in day-to-day operations. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതേ ഉള്ളൂ. ഇനി ഈ ഒരു സ്ട്രക്ചറിന്റെ ഇപ്പൊ നമുക്ക് തന്ന സ്ട്രക്ചറിന്റെ ഒരു ബെനിഫിറ്റ് സൈഡ് പറയാനാണെങ്കിൽ ബോർഡ് നല്ല ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ബോർഡ് ബാലൻസ്ഡ് ആണ്. യെസ്, ബോർഡ് ഇസ് ബാലൻസ്ഡ്. ഇനി വേറെ പറയാൻ പറ്റുമെങ്കിൽ ക്ലിയർ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി.
CTO, ചീഫ് ടെക്നോളജി ഓഫീസർ ആണ്. ടെക്നോളജി ആയിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അയാളോടായിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ടെക്നോളജിയിൽ എന്തെങ്കിലും മേജർ ചേഞ്ച് അത് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി CTOയുടെ കീഴിലാണ്. സോ എക്സാമ്പിൾ നോക്കിയാൽ CTO ക്യാൻ ഫോക്കസ് സോൺലി ഓൺ ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ്. CFO കംപ്ലീറ്റ്ലി ബിഗോയുടെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ പറ്റിയിട്ട് മാത്രമായിരിക്കും CFO നോക്കുക. ഓക്കെ, അപ്പം കറക്റ്റ്ലി ഒരു ക്ലിയർ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. CTO ഇത് ചെയ്യണം, CFO ഇത് ചെയ്യണം എന്ന രീതിയിൽ. ഓക്കെ, ഇനി അടുത്തൊരു ബാലൻസ്ഡ് ബോർഡ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ ഒരു നമ്പേഴ്സ് കൂടുതലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ബാലൻസ് ബോർഡ് ആയതുകൊണ്ട് തന്നെ അല്ലെ, നമുക്ക് ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ കമ്പനി മിഷൻ വിഷൻ എന്താണോ അതിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ക്യാൻ ചാലഞ്ച് മാനേജ്മെന്റ് ഡിസിഷൻ. മാനേജ്മെന്റ് പെട്ടെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ ബോണസസ് ഒക്കെ കൂട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് യെസ് ദർ ആർ NEDs പ്രസന്റ് ഇൻ ദ ബോർഡ്, ദേ ക്യാൻ ചാലഞ്ച് ആസ് വെൽ. പൊട്ടൻഷ്യൽ ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്. അപ്പൊ ഇതിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഇഷ്യൂസ് ആണ്. ഫസ്റ്റ് ഓൺ റിസ്ക് ഓഫ് സിലോഡ് ഓപ്പറേഷൻ. സിലോഡ് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ while specialization is a strength, it can also lead to siloed operations. SILOED. നമ്മൾ സിലോ സ്ട്രക്ചർ, നമ്മൾ മെട്രിക് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റി പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. where each executive focuses too narrowly on their domain without sufficient collaboration. അതിന്റെ എക്സാമ്പിൾ ഇതാണ്. ഇപ്പോ CFO ഞാൻ പറഞ്ഞു ഫൈനാൻസ് സൈഡ് മാത്രം നോക്കുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അയാൾ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവൈസ് ചെയ്യാൻ വളരെ എസെൻഷ്യൽ ആയിട്ട് ഇപ്പൊ കൊണ്ടുവരേണ്ട ഒരു ടെക്നോളജി, ഇപ്പൊ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു ടെക്നോളജി ഉണ്ടാവാം. അങ്ങനെ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം എന്ന് CTO നിർബന്ധം പിടിക്കുമ്പോഴും CFO അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്തിന് ചെറിയൊരു പ്രശ്നം വരും എന്നതുകൊണ്ട് അയാൾ അത് വേണ്ട എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. അടുത്ത് CTO ആൻഡ് CMO മൈറ്റ് ഹാവ് ഡിഫറെന്റ് പ്രയോറിറ്റീസ് അല്ലെ. CMO എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് അല്ലേ. ഓക്കെ, ഒരാളുടെ പ്രയോറിറ്റി ടെക്നോളജിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഒരാൾ പറയുന്നത് മാർക്കറ്റിംഗിനാണ്. അപ്പോൾ ദാറ്റ് മൈറ്റ് ലീഡ് ടു കോൺഫ്ലിക്ട്സ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മ. ഇനി അടുത്തത് ഓവർ റിലയൻസ് ഓൺ NEDs ഫോർ ഓവർ സൈറ്റ്. ഓക്കെ, ഒന്നാമത് നമുക്ക് ബോർഡ് മുഴുവനായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ബാലൻസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞാലും ഒരു പൊടിക്ക് NEDs കൂടുതലുണ്ട്, ചെയർമാനെ കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അല്ലെ. സോ ഓവർ റിലയൻസ് ഓൺ NEDs ഫോർ ഓവർ സൈറ്റ്. നമ്മുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് 7 പേരും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് 6 പേരുമാണ് ബേസിക്കലി. അപ്പൊ NEDsന് വളരെ സ്കിൽ സെറ്റ് ഉള്ള ആളുകളാണ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും വരാതെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ ഓവർസീ ചെയ്യാനൊക്കെ അവർ ചെയ്യുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ there is a risk that they may not be fully aware of the operational challenges or nuances, leading to decisions that may not be fully informed by on the ground realities. അതായത് നമ്മൾ NEDs ഉണ്ടോ എന്ന് ചോദിച്ചാൽ NEDs ബോർഡിന്റെ ഉള്ളിൽ 6 പേരുണ്ട്. CFO ഒരു റിപ്പോർട്ട് NEDsന് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? CFO കൊടുക്കുന്ന റിപ്പോർട്ട് ഡയറക്ട്ലി ചെയർമാൻ ആണ്. ഇപ്പോൾ കറന്റ് നമ്മൾ സ്ട്രക്ചർ കാണുന്ന പ്രകാരം അത് ചെയർമാനിലേക്ക് പോകുന്ന ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അപ്പൊ ബാക്കി NEDs 6 പേർക്ക് ശരിക്കും കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും. ഞാനൊരു പൊട്ടൻഷ്യൽ ചാലഞ്ചസ് ഇഷ്യൂസ് ആണ് കേട്ടോ പറയുന്നത്. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ബാക്കി ഇൻഫർമേഷൻ കൂടെ നോക്കിയിട്ട് വേണം ഇത് സംസാരിക്കാൻ. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് എഴുതി വെക്കരുത്. ഓക്കെ, ഇങ്ങനെ ഒരു വിഷയം അതിലില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ an NED might push for cost cutting measures that seem logical from financial perspective, but could inadvertently undermine key operational capabilities if they are not fully aware of the operational impact. Say for example, നമുക്ക് കുറെ കോസ്റ്റ് കട്ടിങ് ചെയ്യാം എന്ന് പറഞ്ഞ് കുറെ ഡ്രൈവേഴ്സിനെ അങ്ങോട്ട് അവരുടെ 75% എന്നുള്ള അവരുടെ ഫെയർ ഒരു 65-60% ആക്കാം എന്നൊരു ഡിസിഷനുമായിട്ട് 6 NEDs ഒന്നിച്ച് വരികയാണ്. നമ്മുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷെ അല്ലെ നമ്മുടെ ഒരു ഓപ്പറേഷണൽ ഡിസ്റപ്ഷനിലേക്ക് കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമായിരിക്കും. ഇനി അടുത്തത് എക്സ്ട്രാക്ട് ഫ്രം വിഗോസ് റിസ്ക് രജിസ്റ്റർ. വീണ്ടും പറയാണ്, എല്ലാ പ്രസീനിലും, ഇനി പ്രസീൻ പോട്ടെ, പ്രസീനിൽ ഇല്ലെങ്കിൽ പോലും എല്ലാ എക്സാമിനും കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ എക്സാം എടുത്ത് അതിൽ എല്ലാ സെഷനിലും മുടങ്ങാതെ ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളതും റിസ്ക് രജിസ്റ്റർ എന്നുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് രജിസ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു എക്സ്ട്രാക്ട് ഫ്രം ബീഗോസ് റിസ്ക് രജിസ്റ്റർ. നമുക്കറിയാം റിസ്ക് രജിസ്റ്റർ ഈസ് എ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ലിസ്റ്റ് ഔട്ട് ഓൾ ദി റിസ്ക് അല്ലെ ലോങ് വിത്ത് ഇമ്പാക്ട് ആൻഡ് പ്രോബബിലിറ്റി എന്നുള്ളതാണ്. അപ്പൊ തന്നിരിക്കുന്ന റിസ്ക് രജിസ്റ്ററിൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണലി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രോബബിലിറ്റിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോ, പ്രോബബിലിറ്റി ആൻഡ് ഇമ്പാക്ട്
is missing. സാധാരണ ഒരു റിസ്ക് രജിസ്റ്ററിൽ ഉണ്ടാവേണ്ടതാണ് അല്ലെ, അങ്ങനെ ഒരു സംഗതി നമ്മുടെ റിസ്ക് രജിസ്റ്ററിൽ ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമിനായിരിക്കും തന്നിട്ടുണ്ടാവുക, ഈ റിസ്ക് രജിസ്റ്റർ ഉണ്ടാക്കിയത് നമ്മുടെ ഒരു ജൂനിയർ ടീം മെമ്പർ ആണ് അല്ലെ, അപ്പൊ അയാൾക്കൊരു റിപ്ലൈ കൊടുക്കും, പ്രൊവൈഡഡ് ഈ ഒരു റിസ്കിന്റെ മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസും അതേപോലെ അയാൾ ഈ റിസ്ക് രജിസ്റ്ററിൽ വരുത്തിയ മിസ്റ്റേക്സ് എല്ലാം വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. ഓക്കെ, യെസ്, അതുപോലെ പ്രയോറിറ്റൈസേഷൻ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റിസ്ക് രജിസ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് പറയുന്ന റിസ്ക് റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് ആൻഡ് കൾച്ചർ എന്നുള്ള റെപ്യൂട്ടേഷൻ റിസ്ക് ആണ് പറയുന്നത്. Building a strong reputation and brand as a safe and affordable service is critical to our ability to attract and retain qualified drivers and customers. അല്ലെ, നല്ലൊരു ബ്രാൻഡ് മെയിൻറ്റെയിൻ ചെയ്താലേ ഡ്രൈവേഴ്സും കസ്റ്റമേഴ്സും ഒക്കെ അട്രാക്റ്റഡ് ആവത്തുള്ളൂ. നെഗറ്റീവ് പെർസെപ്ഷൻ, നെഗറ്റീവ് റെപ്യൂട്ടേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ദിസ് മേ ഹാം അവർ റെപ്യൂട്ടേഷൻ ആൻഡ് ബ്രാൻഡ് ഇൻക്ലൂഡ് ഇല്ലീഗൽ, നെഗ്ലിജന്റ് ഓർ റെക്ലെസ് ബിഹേവിയർ ബൈ ഡ്രൈവേഴ്സ് ഓർ കസ്റ്റമേഴ്സ്. അത് വണ്ടി വളരെ മോശമായിട്ടുള്ള ബിഹേവിയറോ ഡ്രൈവിംഗ് ഒക്കെ വരും, ഡ്രൈവേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടായാലും കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് വളരെ മോശം ബിഹേവിയർ ഉണ്ടായാലൊക്കെ അത് നമ്മുടെ ബ്രാൻഡിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. കൺസേൺസ് ഓഫ് കസ്റ്റമേഴ്സ് അബൌട്ട് സേഫ്റ്റി, കൺസേൺസ് ഓഫ് ഡ്രൈവേഴ്സ് അബൌട്ട് സേഫ്റ്റി. ചിലപ്പോൾ ഒരു കസ്റ്റമർ കയറിയിട്ടായിരിക്കും ഒരു അസോൾട്ട് നടത്തുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡ്രൈവർ ആയിരിക്കും തെഫ്റ്റ് നടത്തുന്നത്, ഇതൊക്കെ സംഭവിക്കാം. ഡിസ്റപ്ഷൻസ് or defects in our platforms such as privacy or data security breaches or outages which impact the reliability of our services. ഓൾറെഡി നമ്മളൊരു തേർഡ് പാർട്ടി ക്ലൗഡ് പ്രൊവൈഡറെയാണ് റിലൈ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് ഡേറ്റ സെക്യൂരിറ്റി ബ്രീച്ചസോ അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്കോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത, സർവീസ് ഔട്ടേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ ഈ പറയുന്ന റിസ്കിൽ വന്നേക്കാവുന്നതാണ്. ഫെയിലിയർ ടു ഓപ്പറേറ്റ് കൺസിസ്റ്റന്റ്ലി വിത്ത് മിഷൻ, our values and mission, failure to maintain a culture which employees value and wish to work with it. ഇതൊക്കെ റെപ്യൂട്ടേഷൻ റിസ്കിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്ത് വന്നേക്കാവുന്ന ഒരു റിസ്ക് ആണ് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ. അവർ ബിസിനസ് ഇൻവോൾവ്സ് ദി കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് പ്രോസസിംഗ് ഓഫ് കസ്റ്റമർ ആൻഡ് ഡ്രൈവർ പേഴ്സണൽ ഡാറ്റ. വി ഓൾസോ മെയിൻറ്റെയിൻ, പ്രത്യേകം വായിക്കുക, confidential and sensitive information relating to our business. Therefore, systems are vulnerable to security incidents and breaches. കസ്റ്റമേഴ്സിന്റെ പേഴ്സണൽ ഡേറ്റ, ഡ്രൈവേഴ്സിന്റെ പേഴ്സണൽ ഡേറ്റ മാത്രമല്ല, ബിസിനസിന്റെ തന്നെ ഒരുപാട് ഇൻസൈറ്റ്സ് ഉള്ള ഡേറ്റ ഉണ്ടല്ലോ അല്ലെ. ഏത് സമയത്ത് ഇപ്പൊ മെഷീൻ ലേണിംഗിലൂടെ നമുക്ക് കിട്ടിയേക്കാവുന്ന ഒരു ഡേറ്റ ആയിരിക്കും, ഏത് സമയത്ത് ആയിരിക്കണം ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും ഈ കമ്പനിക്ക്, മേ ബി ഈവനിങ് സമയമായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് ഇൻഫർമേഷൻ അടക്കം എല്ലാം നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. Therefore, സിസ്റ്റം അവിടെ ഉണ്ടോ, ടെക്നോളജി ഇൻവോൾവ് ആണോ? യെസ്, ദേ ആർ വൾണറബിൾ ടു ടെക്നോളജി റിസ്ക്, സെക്യൂരിറ്റി ഇൻസിഡൻസും ബ്രീച്ചസിലേക്കൊക്കെ. As the techniques used to obtain unauthorized access or sabotage systems change frequently, we may be unable to anticipate or prevent such attacks. Okay, അതായത് ടെക്നോളജി വളരെ ഫ്രീക്വൻലി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹാക്കേഴ്സ് ഒക്കെ അതിനനുസരിച്ചുള്ള സ്റ്റഡീസും കാര്യങ്ങളും നടത്തി പറയുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യാം. We also rely on third-party service cloud provider, okay, to ensure that it maintains sufficient investment in system. അപ്പം നമ്മൾ തന്നെ ചെയ്യും. നമ്മൾ ഇപ്പൊ ക്ലൗഡിനെ പറ്റിയിട്ട് കുറച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ, ക്ലൗഡ് ഒന്ന് പഠിച്ചു വെച്ചോളൂ, ക്ലൗഡിന്റെ കാര്യം. വി ഓൾസോ റിലൈ ഓൺ തേർഡ് പാർട്ടി ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ടെക്നോളജി റിസ്ക് സൈഡാണ്. അടുത്തൊരു റിസ്ക് പറയാനാണെങ്കിൽ കോമ്പറ്റീഷൻ. TNC മാർക്കറ്റ് നമുക്കറിയാം ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്, നമ്മൾ അതിൽ ബീഗോ 2ാം സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്നോളജി, വി എക്സ്പെക്ട് കോമ്പറ്റീഷൻ ടു കണ്ടിന്യൂ ബോത്ത് ഫ്രം കറന്റ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ന്യൂ എൻട്രൻസ് ഇൻ ദ മാർക്കറ്റ്. പുതിയതായിട്ട് വരുന്ന 15% ആളുകൾക്കും അല്ലെ, ഇനി പുതിയതായിട്ട് ഇനി നാളെ വരാൻ പോകുന്ന ആളുകളൊക്കെ കോമ്പറ്റീറ്റേഴ്സ് ആണ്. If you are unable to anticipate to react to these competitive challenges, our competitive position could weaken. We also compete with public transport. അപ്പൊ അത് മാത്രമല്ല, TNC-കളുമായിട്ട് മാത്രമല്ല ശരിക്കും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്, പുറത്തുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടും ടാക്സി ക്യാബ് കമ്പനീസും കാർ റെന്റൽ ബിസിനസ്സും ഒക്കെ ആയിട്ട് നമ്മൾ അല്ലെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. Then licensing and industry regulation, regulatory risk. We depend on local authority of each city to grant us operating license to permit our operations. If we or our drivers do not comply with the license arrangement, or other transport providers put pressure on local authority to prevent us from receiving these licenses to operate. മനസ്സിലാക്കി എന്താ പറയുന്നത്? ഒന്നെങ്കിൽ നമുക്ക് ലൈസൻസ് കിട്ടാതിരിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ട്രാൻസ്പോർട്ട്, മറ്റ് TNCs ലോക്കൽ അതോറിറ്റീസിനെ ലോബി ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് ലൈസൻസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലെ നമ്മൾ ബ്രൈബിംഗ് ഒക്കെ പറയാറില്ലേ, ബ്രൈബ്സിന്റെ ഒക്കെ കേസ് പറയാറില്ലേ, അങ്ങനെയൊക്കെ കഥയായിരിക്കും ചിലപ്പോൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ലൈസൻസ് കിട്ടാതിരിക്കും. ദിസ് വിൽ സിവിയർലി റെസ്ട്രിക്ട് അവർ ബിസിനസ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഒരു കാര്യം ഒന്ന് പറയാണ്,
ഒന്ന് രണ്ട് സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഇൻ കേസ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് സെയിം പ്രിസീനെ ബേസ് ചെയ്തിട്ടായിരിക്കുമോ അടുത്ത സെക്കൻഡ് വീക്കിൽ എഴുതുന്ന അല്ലെങ്കിൽ അടുത്ത എക്സാമിന് വീക്ക് വരുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ആയിരിക്കും? അതെ, തീർച്ചയായിട്ടും സെയിം പ്രിസീൻ തന്നെ ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻസ് സെയിം ആയിരിക്കില്ല. അതായത് ഇത്തവണ നമ്മളോട് ചോദിച്ചത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ടെക്നോളജിയെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു എക്സിബിറ്റിലെങ്കിൽ അതിന് പകരം കുറച്ച് കാര്യങ്ങൾ മാറും. റിസ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. മനസ്സിലായില്ലേ? പ്രിസീൻ റിമെയിൻസ് ദ സെയിം. And similarly, increasing regulation of the TNC industry related to its impact on environment and increased safety. See, പുതിയൊരു റെഗുലേഷൻ ആയിരിക്കാം കേട്ടോ ചിലപ്പോൾ നമ്മുടെ ഒരു എക്സിബിറ്റിൽ. അതാ പറഞ്ഞത്, എന്ത് വേണമെങ്കിലും വരാം. ഫോർ ബോത്ത് കസ്റ്റമേഴ്സ് ആൻഡ് ഡ്രൈവർ ഈസ് എക്സ്പെക്ടഡ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു ഇൻക്രീസ് അവർ കോസ്റ്റ്. അപ്പൊ ബേസിക്കലി റിസ്കിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബേസിക്കലി 4 റിസ്ക് ആണ് നമ്മുടെ റിസ്ക് രജിസ്റ്ററിൽ ഇപ്പോൾ ഉള്ളത്. ആ 4 റിസ്കും എങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. അപ്പൊ ബേസിക്കലി 4 റിസ്ക് ആണ് തന്നിട്ടുള്ളത്. ഈ 4 റിസ്കിന്റെയും ഒരു എക്സ്പ്ലനേഷനും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആ എക്സ്പ്ലനേഷനിൽ വെച്ച് തന്നെ ഈ റിസ്ക് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഈ റിസ്കിനെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് പറയുന്ന റിസ്ക് റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് ആൻഡ് കൾച്ചർ എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ പ്രോബബിലിറ്റിയും ഇമ്പാക്റ്റും ഞാൻ ജസ്റ്റ് ഒരു മീഡിയം ടു ഹൈ എന്നോ അല്ലെങ്കിൽ ഇത് പക്ക സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ മീഡിയം ടു ഹൈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പ്രോബബിലിറ്റി ലോ ആയിട്ട് പറയാം, ഇതിന്റെ ഇമ്പാക്ട് ഹൈ ആയിട്ട് പറയാം. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് എന്റെ ഒരു ഇപ്പൊ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ടുള്ള അസംഷൻസ് വെച്ചിട്ട് വളരെ സബ്ജക്റ്റീവ് ആയിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രോബബിലിറ്റി ഇമ്പാക്റ്റും ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമ്പോൾ ഈ റെപ്യൂട്ടേഷൻ റിസ്ക് ഒന്നും കാര്യമായിട്ടില്ല, ലോ എന്ന് എഴുതിയാൽ മതി. അപ്പൊ പ്രോബബിലിറ്റി ലോയും ഇമ്പാക്ട് ഹൈയും ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ളൊരു താര ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു കമന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ എനിവേ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇത് ഉണ്ടാവാനുള്ള സാധ്യത മീഡിയം ടു ഹൈ ആണ്. ഈ ഒരു റെപ്യൂട്ടേഷൻ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ റെപ്യൂട്ടേഷൻ ഇസ് കോൺസ്റ്റന്റ്ലി എക്സ്പോസ് ടു റിസ്ക് ഡ്യൂ ടു ദ ലാർജ് നമ്പർ ഓഫ് ഡെയിലി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡ്രൈവേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് പ്ലാറ്റ്ഫോം. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു അസോൾട്ടോ തെഫ്റ്റോ നടന്നു കഴിഞ്ഞാൽ അത് റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ കേട്ടോ, എനി നെഗറ്റീവ് ഇൻസിഡന്റ് ക്യാൻ ക്വിക്ലി ബിക്കം പബ്ലിക് ആൻഡ് ദിസ് ക്യാൻ അഫക്ട് ദ ബ്രാൻഡ്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നു പ്രോബബിലിറ്റി, അതുകൊണ്ട് ഈ ഒരു റെപ്യൂട്ടേഷൻ റിസ്ക് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഇമ്പാക്ട് ഓഫ് ഈ റിസ്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ബീഗോയുടെ ബ്രാൻഡിനെ, റെപ്യൂട്ടേഷനെ സിഗ്നിഫിക്കന്റ് ആയിട്ട് അഫക്ട് ചെയ്യും. കാരണം ഓൾറെഡി ഒരുപാട് ഹെവി കോമ്പറ്റീഷൻ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഒരു റെപ്യൂട്ടേഷൻ ഡാമേജ് വന്നത് ദിസ് ക്യാൻ ലീഡ് ടു സിഗ്നിഫിക്കന്റ് ലോസ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ്, റെഡ്യൂസ് മാർക്കറ്റ് ഷെയർ ആൻഡ് പൊട്ടൻഷ്യൽ സ്ക്രൂട്ടിനി. അപ്പൊ ഇതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, ഈ ഒരു റെപ്യൂട്ടേഷണൽ ഡാമേജ് നമുക്ക് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം? അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം സ്ട്രിക്ട് ഡ്രൈവർ സ്ക്രീനിങ് ആൻഡ് ട്രെയിനിങ്. കസ്റ്റമേഴ്സിനെ നമുക്ക് ഒരു പരിധി കൂടുതൽ സ്ക്രീൻ ചെയ്യാൻ പറ്റത്തില്ല. ഡ്രൈവറിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ കുറച്ചും കൂടെ റോബസ്റ്റ് ആക്കാം. വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കുകളും ട്രെയിനിങ്ങും പെർഫോമൻസ് മോണിറ്ററിംഗ് ഒക്കെ നമ്മുടെ ഡ്രൈവേഴ്സിന് കൊടുക്കാം. സെക്കൻഡ് വൺ, സേഫ്റ്റി മെഷേഴ്സ്. കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇൻ ദ ആപ്പ്. Provide safety resources to drivers and customers and respond quickly to any safety concern raised. നമ്മുടെ ആപ്പിൽ തന്നെ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ടാക്സി വിളിച്ച് കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഡയറക്റ്റ് ഒരു പോലീസ് അതോറിറ്റീസിനെ കൂടെ കണക്ട് ചെയ്യാൻ പാകത്തിന് ഒരു എമർജൻസി കോൾ, ഒരു ഡയൽ പാഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും അതൊരു അഡീഷണൽ സേഫ്റ്റി ഫീച്ചർ ആണ്. അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങൾ കൊണ്ടുവരാം. ദെൻ ബ്രാൻഡ് മോണിറ്ററിംഗ്. യൂസ് സോഷ്യൽ ലിസണിംഗ് ടൂൾസ് ടു മോണിറ്റർ പബ്ലിക് പെർസെപ്ഷൻ. അതായത് ഇപ്പൊ എസ്പെഷ്യലി ഈ US പ്രസിഡന്റ് ഇലക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് വളരെ മുന്നേ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടുന്ന കാര്യമാണ് ആര് ജയിക്കും എന്നുള്ളത്. ഇലക്ഷന്റെ ഒക്കെ കേസിൽ എക്സിറ്റ് പോൾസ് എന്നൊക്കെ നമ്മൾ പറയും കുറെയൊക്കെ അല്ലെ. US പ്രസിഡന്റ് ഇലക്ഷനിലൊക്കെ ആണെങ്കിൽ മെയിൻലി സോഷ്യൽ മീഡിയാസിലൊക്കെയുള്ള ബ്രാൻഡ് പെർസെപ്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സോഷ്യൽ ലിസണിങ് ഉപയോഗിച്ചിട്ട് പബ്ലിക് പെർസെപ്ഷൻ, ബീഗോ എന്ന ബ്രാൻഡിനോടുള്ള ആളുകളുടെ ഇമേജ് എന്താണ്, ബീഗോ ഒരു പോസ്റ്റ് എടുക്കുന്ന സമയത്ത് ആളുകൾ വെറുതെ അത് സ്വൈപ്പ് ചെയ്ത് വിടുകയാണോ അതോ ആളുകൾ അതിൽ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ സോഷ്യൽ ലിസണിങ് ടൂൾസ് ഉപയോഗിച്ച് പബ്ലിക് പെർസെപ്ഷൻ മനസ്സിലാക്കുക. എന്നിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് വരികയാണെങ്കിൽ അത് പ്രോംപ്റ്റ്ലി അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻസ്. ഡെവലപ്പ് ആൻഡ് അപ്ഡേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അത് മീഡിയ അറിയുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ പബ്ലിക് അറിയുന്നതിന് മുന്നെയോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി സോർട്ട് ചെയ്യുക എന്നതൊരു മിറ്റിഗേഷൻ ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ
റെപ്യൂട്ടേഷനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോർമലി ഇപ്പൊ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഈ രീതിയിലുള്ള മിറ്റിഗേഷൻ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. സെക്കൻഡ് പറഞ്ഞൊരു കാര്യമാണ് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ. അവിടെ പ്രോബബിലിറ്റി മീഡിയ, അതായത് എല്ലാ ദിവസവും ഹാക്കേഴ്സ് വന്നിട്ട് ഹാക്ക് ചെയ്യാൻ ഇല്ല, അതിന് സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രോബബിലിറ്റി ലോ അല്ലെങ്കിൽ മീഡിയം എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇമ്പാക്ട് പറയാനാണെങ്കിലോ, അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടെങ്കിൽ അത് ഹൈ ആയിരിക്കും അല്ലെ. ഒരു ഹാക്കിംഗ് നടന്നു കഴിഞ്ഞാൽ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ വളരെ ലീഗൽ ലയബിലിറ്റി, ഫൈനാൻഷ്യൽ ലോസസ്, റെപ്യൂട്ടേഷൻ ഡാമേജ്, കസ്റ്റമർ ട്രസ്റ്റിന്റെ ലോസ്, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം? ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി പ്രോട്ടോകോൾസ്, റെഗുലർലി അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇൻക്ലൂഡിങ് നിങ്ങൾ പഠിച്ചതാണ് അല്ലെ, നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ജനറൽ കൺട്രോൾസ്, ആപ്ലിക്കേഷൻ കൺട്രോൾസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻക്രിപ്ഷൻ, ഫയർ വാൾസ്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഇൻട്രൂഷൻ എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു എക്സ്റ്റേണൽ പാർട്ടി ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തുള്ള ഡിറ്റക്ഷൻ സിസ്റ്റമാണ്. ദെൻ എംപ്ലോയി ട്രെയിനിങ്, കണ്ടക്ട് റെഗുലർ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ സൈബർ സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ് ടു പ്രിവെന്റ് ആക്സിഡന്റൽ ബ്രീച്ചസ്. അറിയാതെ പോലും ഒരു ബ്രീച്ച് വരാതിരിക്കാൻ അവരെ അത്ര സ്ട്രോങ് ആയിട്ട് ട്രെയിൻ ചെയ്യുക. ആ രീതിയിൽ ഒരു അവയർനെസ്, ഒരു കൾച്ചർ കമ്പനിയിൽ കൊണ്ടുവരിക. തേർഡ് പാർട്ടി ഓഡിറ്റ്സ് നടത്തുക. എൻഷുർ ദാറ്റ് ദ തേർഡ് പാർട്ടി ക്ലൗഡ് പ്രൊവൈഡേഴ്സ് അണ്ടർഗോ റെഗുലർ സെക്യൂരിറ്റി ഓഡിറ്റ്സ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഡൂൾസിന്റെ ക്വസ്റ്റ്യനിൽ നമ്മുടെ സപ്ലൈസ് ആയിട്ടുണ്ടായിരുന്നവർ നമുക്ക് കൊക്കോ സപ്ലൈസ് തരുന്നു അല്ലെ, കൊക്കോ ഫാംസിൽ നിന്ന്. അവിടെ ചൈൽഡ് ലേബർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലെ, അത് പോയി ചെക്ക് ചെയ്യാൻ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇൻസ്പെക്ടേഴ്സ് സപ്ലൈസിന്റെ സൈറ്റിൽ പോകുന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് അവരൊരു IT ഓഡിറ്റ് അണ്ടർഗോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അല്ലെ സെക്യൂരിറ്റി ഓഡിറ്റ്സ് അണ്ടർഗോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം അല്ലെ. നമ്മുടെ ഓഡിറ്റ് എന്തായാലും കമ്പനിയുടെ ഓഡിറ്റിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്, നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇൻസിഡന്റ് റെസ്പോൺസ് പ്ലാൻ, ഇൻ കേസ് ഒരു വിഷയം ഉണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെ ഒരു ആക്ഷൻ പ്ലാനും കാര്യങ്ങളും ഉണ്ടാവണം. തേർഡ് റിസ്ക് ഇസ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ പ്രോബബിലിറ്റി ഹൈ ആണ്, ഇമ്പാക്ട് ഹൈ ആണ്. ഡെയിലി ബേസിസിൽ നമ്മൾ കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഫ്രം സെൻബി, ഫ്രം അതർ കോമ്പറ്റീറ്റേഴ്സ് ആസ് വെൽ ആസ് ബീഗോ അല്ലെ. ഇമ്പാക്റ്റും ഹൈ ആണ്. അപ്പൊ ഇതിന്റെ മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് ഇന്നോവേഷൻ. അതിൽ നമ്മൾ ഏറെക്കുറെ വിജയിച്ച് നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ബിക്കോസ് നമ്മൾ ടെക് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ 2500-ലധികം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓൾറെഡി അത് മിറ്റിഗേറ്റ് ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കാം. പിന്നെ കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാംസ്, പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്. ഇപ്പൊ നമുക്കൊരു ഫോർ എക്സാമ്പിൾ, ഒരു മാസം മുഴുവൻ ഞാൻ ബീഗോ ഉപയോഗിച്ചിട്ട് ആ മാസത്തിന്റെ എൻഡിൽ എനിക്കൊരു റിപ്പോർട്ട് കിട്ടുക, യു ഹാവ് സേവ്ഡ് ദിസ് മച്ച് എമൗണ്ട് ഓഫ് മണി. നിങ്ങൾ ഓൾറെഡി നമുക്ക് പല ആപ്പുകളും തരാറുണ്ട്, സൊമാറ്റോ തരാറുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞല്ല അവർ കാണുക, നിങ്ങൾ ഇത്ര എമൗണ്ട് സേവ് ചെയ്തു, നിങ്ങൾ പുറത്തുനിന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ടൈം സേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സമ്മറീസ്, സ്റ്റേറ്റ്മെന്റ് സമ്മറീസും കാര്യങ്ങളൊക്കെ തരുമ്പോൾ, അല്ലെങ്കിൽ കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാംസ്, അടുത്ത പ്രാവശ്യം ഇത്രയും ചെയ്തുകൊണ്ട് അടുത്ത ഓരോ ഓഫർ കാര്യങ്ങളൊക്കെ തരുമ്പോൾ, that cuts the competition risk. Then market research, conduct market research to identify emerging trends and customer preferences. Okay, മാർക്കറ്റിൽ മൈക്രോ മൊബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ട്രാൻസ്പോർട്ട്, ലാസ്റ്റ് പാർട്ട് ഓഫ് ജേർണി എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബൈസൈക്കിൾസ് ഉപയോഗിക്കുന്നതിന്റെ നമ്പേഴ്സ് കൂടുന്ന മാർക്കറ്റ് റിസർച്ച് എടുത്തത് കൊണ്ടായിരിക്കാം 5 വർഷം മുന്നേ ചിലപ്പോൾ ബീഗോ ഇങ്ങനെ ഒരു നാഷണൽ മൈക്രോ മൊബിലിറ്റി ടീമിനെ നമ്മൾ അക്വയർ ചെയ്തത് അല്ലെ. ആ രീതിയിൽ ചേഞ്ചസിനോട് നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്തി ചെയ്യുക. ഓക്കെ, അത് EVസിന്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈവർലെസ് കാർസിന്റെ കാര്യമായിരിക്കാം. അതൊക്കെ കോമ്പറ്റീഷനിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യമാണ്, കോമ്പറ്റീറ്റേഴ്സിനെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്താൽ മതി അല്ലെ. അത് തന്നെ ഒരു സൊല്യൂഷൻ ആണ്. ഇനി അടുത്തത് ലൈസൻസിങ് ആൻഡ് ഇൻഡസ്ട്രി റെഗുലേഷൻസ്. ഓക്കെ, അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം ടു ഹൈ ആണ്. കാരണം ഓരോ പുതിയ സിറ്റീസിൽ പോകുമ്പോഴും അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന ലൈസൻസിങ് റിക്വയർമെന്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇമ്പാക്ട് ഹൈ ആണ്. ഓപ്പറേറ്റിംഗ് ലൈസൻസ് പോയി കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ നിന്നും ഇറങ്ങി പോകേണ്ടി വരും. ഓക്കെ, അതിന്റെ ഇമ്പാക്ട് ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. കാരണം ആ ഒരു സിറ്റിയിൽ 250 സിറ്റിയുള്ളപ്പോൾ ഒരു സിറ്റി പോയാലൊന്നും കുഴപ്പമില്ല, അതുകൊണ്ട് ഇമ്പാക്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന രീതിയിൽ എഴുതാം. അത് പറഞ്ഞാൽ അത് പക്ക സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഇനി വാട്ട് ആർ ദ മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസ്? proactive regulatory engagement, engage with local authorities and regulators to build strong relationship. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ള ഒരു കൺട്രിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ, നമ്മൾ ഉള്ളത്.
അപ്പോൾ റെഗുലേറ്ററി എൻഗേജ്മെന്റ് പ്രൊആക്റ്റീവ് ആയിട്ട് നമുക്ക് ലോക്കൽ അതോറിറ്റീസ് ആയിട്ട് എൻഗേജ് ചെയ്ത് ഇങ്ങനെ ഒരു ചേഞ്ച് വരണോ ഇത് ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബീഗോയുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഈ റെഗുലേറ്ററി ഡിസ്കഷൻസിൽ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അല്ലെ ആ രീതിയിൽ ഒരു കണക്ഷൻ കാര്യങ്ങൾ മെയിൻ ചെയ്യാം. ദെൻ ഇംപ്ലിമെന്റ് റോബസ്റ്റ് കോംപ്ലയൻസ് സിസ്റ്റം. നമുക്ക് ഓൾറെഡി ഒരു ലീഗൽ ടീം ഉണ്ട്. അപ്പൊ പുതിയ എന്തെങ്കിലും റെഗുലേഷൻസോ കാര്യങ്ങളോ വരികയാണെങ്കിലോ അങ്ങനെ അതിനൊക്കെ ക്വിക്ലി അഡ്രസ് ചെയ്യാൻ പാകത്തിന് നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. മെയിൻറ്റെയിൻ എ സ്ട്രോങ് ലീഗൽ ടീം which is who are capable of navigating complex regulatory environments and challenge any unfair restriction. എന്തെങ്കിലും തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അൺഫെയർ ആയിട്ടും നിയമങ്ങൾ വന്നേക്കാം അല്ലെ, അതിനെ കോർട്ടിൽ ചാലഞ്ച് ചെയ്യാൻ പാകത്തിന് ഉള്ള അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഗൽ ടീമിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊക്കെയാണ് ആ ഒരു ലീഗൽ സൈഡിൽ നമുക്കൊരു മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് പറയാം. അപ്പൊ റിസ്കിന്റെ കേസ് നമ്മൾ സംസാരിച്ചു. റിസ്കിലെ ഒരു റിസ്ക് രജിസ്റ്ററിന്റെ എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്. അതിൽ പ്രോബബിലിറ്റി ഇമ്പാക്ട് മിസ്സിംഗ് ആയിരുന്നത് കൊണ്ട് തന്നെ എന്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പ്രോബബിലിറ്റി ഇമ്പാക്ട് എടുത്തത്. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലായിടത്തും ഏറെക്കുറെ സെയിം ആയിരിക്കും. നിങ്ങൾക്ക് താര ഫ്രെയിംവർക്കിന്റെ കീഴിലൊക്കെ കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചൊരു നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയാണ്, പ്രസീനിലുള്ള ഡേറ്റ മാത്രം വെച്ച് റിസ്കിനെ പറ്റി സംസാരിക്കുന്നത് ചിലപ്പോൾ വേറെ എക്സിബിറ്റ്സിലെ ഡാറ്റ കൂടെ കൺസിഡർ ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, എഗെയിൻ അടുത്ത എക്സിബിറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആസ്പെക്ടും കവർ ചെയ്തു വരുന്ന ഡോക്യുമെന്റ് ആണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് പുതിയ പോയിന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു പോയിന്റ് എഴുതണം, അത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് റിക്വയർമെന്റ് തന്നാലും എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. കാരണം ഈ ഒരു ഡോക്യുമെന്റ് തരുന്ന സമയത്ത് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും വലിയ ഡേഞ്ചർ ആണ് നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു വെച്ചൊരു പോയിന്റ് ഇതെന്തായാലും പ്രസന്റ് ചെയ്യാം. വളരെ ഹിഡൻ ആയിട്ടൊരു കാര്യം നമ്മൾ കണ്ടെത്തിയൊരു കാര്യമാണെന്ന് വിചാരിച്ചു, ഇതെന്തായാലും പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വിത്തൗട്ട് ഈവൻ ലിങ്കിങ് ടു ദ റിക്വയർമെന്റ് ജസ്റ്റ് ആ ഒരു പോയിന്റും കൂടെ എഴുതി. ഓക്കെ, അങ്ങനെ എഴുതി വെക്കരുത്. എപ്പോഴും റിക്വയർമെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളൊരു റിപ്പോർട്ട് ഉണ്ടാക്കൂ, എന്നിട്ട് ആ റിപ്പോർട്ടിൽ എന്താ എഴുതേണ്ടതെന്നുള്ള റിക്വയർമെന്റ് ക്വസ്റ്റ്യൻ ടാസ്കിൽ തന്നിട്ടുണ്ടാവും. അത് വായിച്ചിട്ട് അതിനാണ് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്. അല്ലാതെ പ്രസീനിൽ ഓൾറെഡി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ കൂടെ അവിടെ കൊണ്ടുപോയിട്ട് എഴുതാന്ന് വിചാരിക്കരുത്. അതൊക്കെ എഴുതാം ഇഫ് ഇറ്റ് മാച്ചസ് ടു ദ റിക്വയർമെന്റ്. റിക്വയർമെന്റിലേക്ക് അത് മാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതൊക്കെ പ്രസന്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു ക്ലിയർ ഒരു ബ്ലാങ്ക് പേപ്പർ ആയിട്ട് തന്നെ വേണം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ. നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ വായിക്കാൻ. ഐ മീൻ ഫർദർ എക്സിബിറ്റ്സ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു വെബ്സൈറ്റ് തന്നിട്ടുണ്ട്, വെബ്സൈറ്റ് എക്സ്ട്രാക്ട്. ഓക്കെ, മിഷൻ എന്ന് പറയുന്നത്, നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് കമ്മ്യൂണിറ്റീസ് വിത്ത് അഫോർഡബിൾ, ആക്സസിബിൾ ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട്. അതാണ് നമ്മുടെ മിഷൻ. വിഷൻ എന്ന് പറയുമ്പോൾ എ വേൾഡ് വെയർ ട്രാൻസ്പോർട്ട് ആൻഡ് ടെക്നോളജി വർക്ക് സീംലെസ്ലി ടു ബ്രിങ് പീപ്പിൾ, ബിസിനസ്സസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടുഗദർ. ഓക്കെ, വാല്യൂസ് is that we maintain our focus on operating to the highest ethical and professional standards. Okay, our focus is also on the safety of customers, drivers and communities we work within. Maybe നമുക്കൊരു ന്യൂസ് റിപ്പോർട്ടിൽ എന്തെങ്കിലും അസോൾട്ട് തെഫ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാൻ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു വാല്യൂസ് തെറ്റിച്ചല്ലോ അല്ലെ, കസ്റ്റമേഴ്സ് ഡ്രൈവേഴ്സുമായിട്ട് ഇതുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള സിറ്റുവേഷൻ മിക്കവാറും കാണാറുണ്ട്. മിക്ക ക്വസ്റ്റ്യൻസിൽ നമ്മളത് കാണാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ മിഷനിൽ പറഞ്ഞ പോലെ വിഷനിൽ പറഞ്ഞ പോലെ അല്ലല്ലോ കാര്യങ്ങൾ. NCCP എന്ന ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മുടെ മിഷനും NCCPയുടെ പുതിയ CEO വന്നിട്ടുള്ള കാര്യങ്ങൾ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു, കോൺഫ്ലിക്റ്റിംഗ് ആയിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് മീഡിയ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ജസ്റ്റ് വിത്തൗട്ട് ഹാവിങ് എനി ഫെർദർ എക്സിബിറ്റ്, വേറെ ഒരു ഫെർദർ എക്സിബിറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിലും ഇപ്പൊ തന്നെ മിഷനും വിഷനും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതിലൊരു ഒരു കോൺഫ്ലിക്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം, അഫോർഡബിലിറ്റി വേഴ്സസ് ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ. നമ്മളിവിടെ പറയുന്നുണ്ട് നമ്മുടെ മിഷനിൽ അഫോർഡബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. വിഷനിൽ പറയുന്നുണ്ട് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് അല്ലെ, നല്ല രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ നല്ല രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി കോസ്റ്റ് കൂടുതലാണ്. കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അഫോർഡബിലിറ്റിക്ക് സ്ഥാനമില്ല, റൈറ്റ്? അതാണ് ഫസ്റ്റ് കോൺഫ്ലിക്ട്. ഓക്കെ, അതേപോലെ ഹൈടെക് സൊല്യൂഷൻസ് ക്യാൻ ബി എക്സ്പെൻസീവ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പൊട്ടൻഷ്യലി ഡ്രൈവിംഗ് എ കോസ്റ്റ് വിച്ച് കുഡ് കോൺഫ്ലിക്ട് വിത്ത് ദ ഗോൾ ഓഫ് കീപ്പിംഗ് സർവീസസ് അഫോർഡബിൾ. ഓക്കെ, ഇനി അടുത്തത് സേഫ്റ്റി കമ്മിറ്റ്മെന്റ്, കമ്മിറ്റഡ് ടു സേഫ്റ്റി. വി വാല്യൂ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു എക്സിബിറ്റ് സേഫ്റ്റിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കാം എന്തെങ്കിലും ഒരു വിഷയം നടന്ന ഒരു മീഡിയ റിപ്പോർട്ട് തന്നിട്ടുണ്ടാവും സേഫ്റ്റിയെ പറ്റി.
ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഇപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ അത് വരാതിരിക്കാം. വാട്ട് എവർ, ബി റെഡി ഫോർ എനിത്തിങ്. നമ്മൾ കോംപ്രഹെൻസീവായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതേ. കണ്ടിട്ട് സേഫ്റ്റിയെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിനു മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതുകൊണ്ട് പറഞ്ഞത്. ഫൈൻ. First one, annual background checks on every driver are carried out by third-party experts. Continuous criminal monitoring means drivers with disqualifying criminal convictions are removed from the platform immediately. Drivers must complete a safety program annually, which include how to create a safe and comfortable ride, appropriate conversation topic, ഇതൊക്കെ വളരെ important ആണ്, and respecting personal boundaries. If a customer or driver feels uncomfortable or needs emergency assistance at any point, they can instantly connect with our security team through an in-app help button 24/7. ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളാട്ടോ പറയുന്നത്, ബീഗോയുടെ കാര്യങ്ങളാണ്. നമുക്ക് ഓൾറെഡി ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ഡിഫറൻഷിയേറ്റഡ് ഫീച്ചേഴ്സ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇത്രയും പെട്ടെന്ന് ഈ ഒരു മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്തത്. Customers have access to a friends and family notification system which can notify designated customer contact of the details of ride in progress. Most of our drivers' vehicles have been equipped with cameras to record rides to protect both customers and drivers. Data privacy and storage and usage of data is a top priority. All customer contact details, ride and payment information are considered classified data. Classified data എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു കാരണവശാലും ഷെയർ ചെയ്തു പോകില്ല എന്നാണ്. We fully comply with BLAN legislation in terms of data privacy, storage and usage. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കറന്റ് ലെജിസ്ലേഷൻ ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് വലിയ ലെജിസ്ലേഷൻ ഒന്നും ഇല്ല എന്നുള്ളത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. വി ഓൾസോ എക്സ്പെക്ട് അവർ ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ ടു ഓപ്പറേറ്റ് ദ സെയിം സ്റ്റാൻഡേർഡ് ഇൻ ടേംസ് ഓഫ് പ്രൊട്ടക്ടിങ് ആൻഡ് മാനേജ്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. വി ഓൾസോ എക്സ്പെക്ട് എന്നാണ് അവർ പറയുന്നത്, അല്ലെ? പക്ഷെ ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. At the end of each ride, drivers and customers must rate the ride. Any customers who submit a rating below 80% is prompted to provide more details. അതായത് ഏതെങ്കിലും ഒരു കസ്റ്റമർ 80% താഴെയാണ് സാറ്റിസ്ഫൈഡ് എന്നെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു എക്സ്പ്ലനേറ്ററി ബോക്സ് കൂടെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. നമുക്ക് തരും, അതിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇൻക്രീസ് കസ്റ്റമർ ആൻഡ് ഡ്രൈവർ ട്രസ്റ്റ്. അതായത് ഇത്രയും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലും, കസ്റ്റമേഴ്സിന്റെ സൈഡിലാണെങ്കിലും ഡ്രൈവറുടെ സൈഡിലാണെങ്കിലും, okay, so this may lead to higher usage rates and loyalty. Improves brand reputation. ഇത്രയും ഒരു സേഫ്റ്റി കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കൂടും, റിസ്ക് മിറ്റിഗേഷൻ നടക്കും. റെഗുലേറ്ററി കോംപ്ലയൻസ് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത്രയും സേഫ്റ്റി മെഷേഴ്സിൽ ഒരുപാട് ടൈം, മണി ആൻഡ് ആളുകൾ ഇൻവോൾവ് ആണ്. ദിസ് ആഡ്സ് എ ലെയർ ഓഫ് കോംപ്ലക്സിറ്റി. ഡ്രൈവർ റിക്രൂട്ട്മെന്റും റിട്ടൻഷൻ, ഇത്രയും സ്ട്രോങ് സേഫ്റ്റി ചെക്കുകളും മാൻഡേറ്ററി പ്രോഗ്രാംസുകളും ഒക്കെ ആകുമ്പോൾ ചില ഡ്രൈവേഴ്സ് അവിടെ ഈ 2 ദിവസം ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന രീതിയിൽ ഡിസിഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ മോണിറ്റർ ചെയ്യാനും ഇത്രയും ഡേറ്റ പ്രൈവസി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കോസ്റ്റ് ഒരുപാട് കൂടുതലായിരിക്കാം. അതേപോലെ ക്യാമറാസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇൻ വെഹിക്കിൾ ക്യാമറാസും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു, അത് പ്രൈവസി കൺസേൺസ് റേസ് ചെയ്തേക്കാം. ദെൻ ടെക്നോളജി ഡിപ്പെൻഡൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അതേപോലെ അടുത്തത് എൻവയോൺമെന്റൽ കമ്മിറ്റ്മെന്റ്. എ പ്രൈമറി കൺസേൺ ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് communities we serve is the level of harmful emission in BLAN's town and cities. We are aware that our business is a contributor to these emissions. Therefore, we are committed to reducing our impact in several ways. We encourage customers to select shared rides. അതെങ്ങനെയാണെന്ന് പറയുന്നില്ല, അല്ലെ? ചിലപ്പോൾ എന്തെങ്കിലും പോയിന്റ്സോ ലോയൽറ്റി പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന രീതിയിലായിരിക്കാം ഷെയർ റൈഡ്സ് എടുക്കുന്നവർക്ക്. അതേപോലെ മൈക്രോ മൊബിലിറ്റി ഓപ്ഷൻസ് ഒക്കെ എടുക്കാൻ കഴിയുന്ന സമയത്ത് മാക്സിമം എൻകറേജ് ചെയ്യും. വി കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ് ഫർദർ ഇൻ അവർ മൈക്രോ മൊബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ. പ്രത്യേകം പറയുന്നുണ്ട്, മൈക്രോ മൊബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചറിൽ കറന്റ് 100 സിറ്റീസിലാണുള്ളത്, വീണ്ടും ഫർദർ അത് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന രീതിയിൽ പറയുന്നുണ്ട്. വി ഹാവ് ലോഞ്ച്ഡ് ആൻ ഇൻ-ആപ്പ് ഫീച്ചർ ഫോർ കസ്റ്റമേഴ്സ് ടു ബി ഏബിൾ ടു റിക്വസ്റ്റ് റൈഡ്സ് ഇൻ ഇലക്ട്രിക് ഓർ ഹൈബ്രിഡ് വെഹിക്കിൾ ഇൻസ്റ്റെഡ് ഓഫ് ഫോസിൽ ഫ്യൂൽഡ് വെഹിക്കിൾസ്. അല്ലെ, EVസിൽ ഇപ്പൊ നമുക്ക് ബീഗോയുടെ EV വെഹിക്കിൾസിൽ ഇങ്ങനെ ഒരു ഇൻ-ആപ്പ് ഫീച്ചർ ഉണ്ട്. And as we do not own the vehicle used by our drivers, we will continue to find ways to incentivize more drivers to use more environmentally sustainable vehicles, such as assisting our drivers in making contact with electric car rental business. ഈ കാർ ലീസിന് എടുക്കുന്ന സമയത്ത് അത് ഇലക്ട്രിക് കാർ എടുക്കുന്ന രീതിയിൽ, അല്ലെ, ആ രീതിയിലുള്ള അങ്ങനെയുള്ള കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡ്രൈവർ പ്രൊഫൈൽസിലേക്ക് ഷെയർ ചെയ്യും. സോ ബീഗോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഷെയർഡ് റൈഡ്സും മൈക്രോ മൊബിലിറ്റി ഒക്കെയാണ് എൻകറേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലെ? ഇത് ചെയ്തു കഴിഞ്ഞാൽ എമിഷൻസ് റിഡക്ഷൻ ചെയ്യും, കസ്റ്റമർ പെർസെപ്ഷൻ ഇംപ്രൂവൈസ് ചെയ്യും, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഒക്കെ കൂടും. ഓക്കെ, ചലഞ്ചസ് എന്ന് പറയുന്നത് ഇതാണ്. കസ്റ്റമർ ഇത് അഡോപ്റ്റ് ചെയ്യേണ്ടത്. കസ്റ്റമർ ചിലപ്പോൾ ഇപ്പോഴും അവർ റൈഡ് ഹെയിലിംഗ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. നമ്മുടെ 70% പ്ലസ് റൈഡ് ഹെയിലിംഗ് ആണല്ലോ പോകുന്നത്. കസ്റ്റമേഴ്സ് ഇപ്പോഴും റൈഡ് ഹെയിലിംഗ് ആയിരിക്കും പ്രിഫർ ചെയ്യുക.
ഇനി മൈക്രോ മൊബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സസ്റ്റൈനബിൾ അർബൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാഫിക് കൺജഷൻ കുറയും, എയർ ക്വാളിറ്റി കൂടും. എസ്പെഷ്യലി ക്ലീൻ എയർ സോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോൺസ് ഉള്ള സിറ്റീസ് നമുക്കുണ്ട്. ഓക്കെ, അതേപോലെ ഇതൊരു കോമ്പറ്റീറ്റേഴ്സിന്റെ കയ്യിൽ നിന്നൊരു മേജർ ഡിഫറൻസിയേഷൻ ആയിട്ട് ഇത് വരും. ഇതിനൊരു ചലഞ്ച് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്. ഇത്രയും മൊബിലിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എത്ര രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ആ ഒരു കോസ്റ്റ് ടൈം ഒക്കെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അതേപോലെ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചർ അല്ലെ, അതുകൊണ്ട് ലോവർ എമിഷൻസ് ആണ്. കസ്റ്റമർ ചോയ്സ് പ്രൊവൈഡിങ് ദിസ് ഓപ്ഷൻ കേറ്റേഴ്സ് ടു എൻവയോൺമെന്റലി കോൺഷ്യസ് കസ്റ്റമേഴ്സ്. എൻവയോൺമെന്റിന് നല്ലത് സംഭവിക്കണമെന്ന് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, ചലഞ്ചസ് വെഹിക്കിൾ അവൈലബിലിറ്റി. യെസ്, ദിസ് ഈസ് എ ചലഞ്ച്. EVs എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ആയിട്ട് മാത്രം പറഞ്ഞു വെച്ചൊരു കാര്യം. അത്രയും പോപ്പുലർ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും വെഹിക്കിൾ അവൈലബിലിറ്റി ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇൻസെന്റിവൈസിങ് ഡ്രൈവർ ടു യൂസ് സസ്റ്റൈനബിൾ വെഹിക്കിൾ. അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സ് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സസ്റ്റൈനബിൾ വെഹിക്കിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കൂടുതലും നമ്പർ ഓഫ് ഡ്രൈവേഴ്സ് കൂടാം. സസ്റ്റൈനബിലിറ്റി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അതിലെ ആ ഒരു മിഷനിലേക്ക് അലൈൻ ചെയ്യുകയാണ്. നമ്മുടെ ഒരു മുകളിലെ മിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സസ്റ്റൈനബിലിറ്റി ആക്സസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞു, അതിലേക്ക് അലൈൻ ചെയ്യുകയാണ്. ചലഞ്ച് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പർച്ചേസിങ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റെന്റിങ് ഓർ പർച്ചേസിങ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളത് ഇപ്പോഴും ഒരുപാട് ഡ്രൈവേഴ്സിന് ഇതൊരു ബാരിയർ ആയിരിക്കും. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് പറയുന്നത് ബീഗോ എന്ന കമ്പനിയുടെ നേരത്തെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന KPIs ഇവിടെ ഒരു ചാർട്ടിൽ തന്നിരിക്കുകയാണ്. റവന്യൂ തന്നിട്ടുണ്ട്, ആക്റ്റീവ് കസ്റ്റമേഴ്സ് തന്നിട്ടുണ്ട്, റൈറ്റ്സ് കംപ്ലീറ്റഡ് തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് റവന്യൂ പെർ സർവീസ്, ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ റേറ്റ്, നെറ്റ് പ്രൊമോട്ട് സ്കോർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഒരു അനാലിസിസ് ആണ് നമ്മൾ താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇമേജിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയ അനാലിസിസ് മാത്രമാണ്. ഇതല്ലാതെ ഇനിയും ഒരുപാട് അനാലിസിസ് ഈ തന്ന സെയിം ഡേറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അനാലിസിസ് പാർട്ട് മുതൽ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. കാരണം ഇന്ന് ഓൾറെഡി നമ്മുടെ ഒരു ടൈം ആയതുകൊണ്ട് അനാലിസിസ് പാർട്ട് നാളെ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്യാത്ത 1-2 ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് വേണമെങ്കിൽ ഒരു ഡേറ്റ പോലെ തന്നിരിക്കുന്ന KPIs മാത്രമല്ലാതെ പുതിയതായിട്ട് നിങ്ങൾക്ക് KPIs കണ്ടെത്തിയിട്ട് എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആവശ്യപ്പെട്ടാൽ. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ 20x3-യിലുള്ള റൈറ്റ്സ് കംപ്ലീറ്റഡ് നമുക്ക് ഏകദേശം 80, അതേപോലെ 90 ടച്ച് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു അല്ലെ, അറൌണ്ട് 90 മില്യൺ ആണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട്, അപ്പോഴത്തെ റവന്യൂ ഇത്രയാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് അല്ലെ, 900 മില്യൺ റവന്യൂ, അതേപോലെ 90 മില്യൺ റൈറ്റ്സും ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് റവന്യൂ പെർ റൈഡ് കണ്ടെത്തിക്കൂടെ. റവന്യൂ പെർ റൈഡ്, ഒരു റൈഡിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന ആവറേജ് റവന്യൂ എന്നൊരു KPI നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അതേപോലെ നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സ് എന്നുള്ളത് 16 മില്യൺ ആണ് തന്നിട്ടുണ്ട്. ഈ 16 മില്യൺ ആളുകളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന 900 മില്യൺ എന്ന റവന്യൂ റിയലൈസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആവറേജ് റവന്യൂ പെർ കസ്റ്റമർ എന്നുള്ളത് നമുക്ക് കണ്ടെത്തിക്കൂടെ. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന KPIs അല്ലാതെ ഇങ്ങനെയുള്ള അഡീഷണൽ കുറച്ച് നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ കണ്ടെത്തി അത് വെച്ചിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയെന്നോ അല്ലെ, ആ രീതിയിൽ നമ്മൾ ഒരു റവന്യൂ പെർ റൈഡ് കൂടുതൽ റവന്യൂ പെർസെന്റേജ് ഇപ്പൊ കളക്ട് ചെയ്യുന്നുണ്ടെന്നോ ഉള്ളതൊക്കെ നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഞാൻ എഴുതിയ കാര്യങ്ങൾ വായിക്കേണ്ട, നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ വെച്ചിട്ടുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പ്ലസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കൂടെ ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് നാളത്തെ ലൈവ് സെഷനിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രൊസീഡ്. ആക്ച്വലി ഇതിന്റെ ഏറ്റവും നമ്മൾ ഈ ഒരു അനാലിസിസ് പാർട്ടൂടെ കഴിയുമ്പോൾ നമ്മുടെ പ്രസീന്റെ ഡേറ്റ് ആക്ച്വലി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഈ ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതർ ഹെൽപ്ഫുൾ മാപ്പിംഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെസ്റ്റലായിട്ടും അല്ലെ ഡയറക്ട്ലി ഇതൊരിക്കലും ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കാരണം ഇവിടെ കൊണ്ട് ഈ 36 പേജ് ആകുമ്പോഴേക്കും പ്രസീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ബാക്കി നിങ്ങൾക്ക് ഒരു പെസ്റ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെ എഴുതും, വാട്ടേഴ്സ് 5 ഫോഴ്സസ് ആണെങ്കിൽ ഇത് എങ്ങനെ എഴുതും എന്നുള്ള
ഒരു ഈ മോഡൽസുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഒരു ഐഡിയ തരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ താര മോഡൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇന്ന് റിസ്കിനെ പറ്റി പറഞ്ഞതാണ് അല്ലെ. ഇപ്പൊ താര മോഡലിലേക്ക് ഇത് എങ്ങനെയായിരിക്കും ചെയ്യുക എന്ന രീതിയിലുള്ള മറ്റ് ഹെൽപ്ഫുൾ മാപ്പിംഗ്സ് ആണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നാളത്തെ ലൈവ് സെഷൻ ഈവനിങ് ടൈം ആയിരിക്കും, ടൈമിംഗ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, so that's it guys. Thank you. I hope the session was helpful. Thank you.